ഈ ഒരു വീഡിയോ നാട്ടിൽ നിന്ന് അബ്രോഡ് MBBS ചൂസ് ചെയ്ത് അബ്രോഡിലേക്ക് MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. അബ്രോഡ് പോവുക എന്നുള്ളത് നിങ്ങളെ ലൈഫിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഈ ഡിസിഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അബ്രോഡ് MBBSനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ത്രൂ ഔട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഏജൻസി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഒരു ഏജൻസി നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അതുപോലെ അൾട്ടിമേറ്റ്ലി നമ്മൾ അബ്രോഡ് എത്തുന്ന സമയത്ത് അനുഭവിക്കാൻ പോകുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ പോകുന്നതിന്റെ മുന്നേ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അബ്രോഡുള്ള ഓരോ രാജ്യങ്ങളുടെയും പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കാണ് പോവേണ്ടത്, അതേപോലെ നിങ്ങൾ അബ്രോഡ് പോവേണ്ട ആളാണോ അല്ലയോ, നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല രാജ്യം നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരിക്കണം എന്നുള്ളത്. ഈ വീഡിയോന്റെ അവസാനത്തിൽ അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നത്? പലരും അബ്രോഡ് MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ നീറ്റൊക്കെ ഏത് ഗവൺമെന്റ് സീറ്റൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ഇത് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണോ അബ്രോഡ് MBBS? അതായത് അവിടെ പോയിട്ട് ഈസി ആയിട്ട് നമുക്ക് MBBS ഡിഗ്രി എടുത്ത് വരാനാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അബ്രോഡ് MBBS എന്ന് പറഞ്ഞ ഡ്രീം തന്നെ ഡ്രോപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡ് MBBS ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് അല്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ MBBS പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആളുകളാണ് നിങ്ങൾ. അതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആളുകളാണ് നിങ്ങൾ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രോഡ് പൊതുവെ കുട്ടികൾ പോകാൻ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിച്ചത്ര നീറ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഗവൺമെന്റ് സീറ്റോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റോ കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് സീറ്റിന്റെ അവൈലബിലിറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനുള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല പ്രൈവറ്റ് കോളേജ് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ഒരു വർഷം ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, ഒരു വർഷം പോക്കാൻ വയ്യ, അല്ലെങ്കിൽ പോക്കി കഴിഞ്ഞാലും കിട്ടും എന്നൊരു പ്രതീക്ഷയില്ല, എന്നാൽ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഡ്രീം മനസ്സിലുണ്ട് എന്നുള്ള കുട്ടികൾ. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അബ്രോഡ് കുട്ടികൾ വരുന്നത്. അൾട്ടിമേറ്റ്ലി എല്ലാവരുടെ മനസ്സിലും ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഡ്രീം ഉറപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും അബ്രോഡേക്ക് വരുന്നത്. അത് നാട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇവിടെ തന്നെ പഠിക്കാനാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുള്ളൂ. എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ ഡ്രീം മനസ്സിൽ ഉറപ്പിച്ച് ഇനി മുന്നോട്ടേക്ക് വേറെ ഒരു ഫീൽഡും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളാണ് ശരിക്കും അബ്രോഡ് MBBSലേക്ക് വരേണ്ടത്. ശരിക്കും ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ മെന്റലി ഒരു ഡോക്ടർ മാത്രമേ ഞാൻ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ എനിക്ക് ആവണം, അതല്ലാത്ത മറ്റൊരു കോഴ്സിലേക്കും ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ച ആളുകൾ. അതായത് ഇപ്പൊ നമുക്ക് നഴ്സിംഗോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ കിട്ടിയാലും ഓക്കെയാണ്, MBBS കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയുള്ളതല്ലാത്ത എനിക്ക് ഡോക്ടർ തന്നെ ആവണം എന്ന് മെന്റലി ഉറപ്പിച്ച ആളുകൾ ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നീറ്റ് എഴുതിയ സമയത്ത് നല്ല മാർക്ക് ഉണ്ട്, പക്ഷേ ഗവൺമെന്റ് സീറ്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സീറ്റ് അക്വയർ ചെയ്യാനുള്ള മാർക്കില്ല. ഇങ്ങനെയുള്ള കുട്ടികളാണ് അബ്രോഡ് MBBS എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്നത്. മൂന്നാമത്തെ കാര്യം ബഡ്ജറ്റ് ആണ്. അതായത് അബ്രോഡ് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു മിനിമം 30 to 32 ലക്ഷം രൂപ അഫോർഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ അബ്രോഡ് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനി അതുപോലെ മറ്റൊരു കാരണം, പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യണ്ട, എനിക്ക് കംപ്ലീറ്റ്ലി യൂറോപ്പിൽ സെറ്റിൽ ആയാൽ മതി, അല്ലെങ്കിൽ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ തന്നെ യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാണ്, എന്റെ പേരൻസോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ ആരൊക്കെയോ അവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് യൂറോപ്പിൽ സെറ്റിൽ ആയാൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പഠിക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ പഠിച്ച് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒന്ന് അവിടുത്തെ ഭാഷ പഠിക്കണം, അവിടുത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യണം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലിയർ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കടമകൾ ഉണ്ടാവും. അതേസമയത്ത് നമ്മൾ യൂറോപ്പിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡ്രീം ഉള്ള കുട്ടികൾക്കാണെങ്കിലും യൂറോപ്പിൽ അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ മറ്റൊരു സെറ്റ് ഓഫ് കുട്ടികളാണ് ചെറുപ്പം മുതലേ
അവർ മിഡിൽ ഈസ്റ്റിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ക്ലൈമറ്റ്, അതേപോലെ തന്നെ കേരളത്തിന്റെ ഈ ഒരു കൾച്ചർ, ഇതൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വരുന്നത് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോർജിയ പോലുള്ള രാജ്യങ്ങളാകുന്ന സമയത്ത് ഓൾമോസ്റ്റ് അവർ മിഡിൽ ഈസ്റ്റിൽ വളർന്ന അതേ കൾച്ചർ തന്നെയാണ് ഏകദേശം ജോർജിയയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ അഡാപ്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനും അബ്രോഡ് MBBS എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് അബ്രോഡ് MBBS വരാനുള്ള ഇനീഷ്യലി നമ്മൾ നോക്കേണ്ടത്. എന്നാൽ അബ്രോഡ് MBBS ചൂസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 ബയോളജി സയൻസ് പഠിക്കുക എന്നുള്ളതാണ്. +2 ബയോളജി സയൻസ് പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ നീറ്റിന്റെ മിനിമം മാർക്ക് ഉണ്ടല്ലോ, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക്, ആ മാർക്ക് കിട്ടിയിട്ട് നമ്മൾ നീറ്റ് ക്വാളിഫൈ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അബ്രോഡ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അബ്രോഡ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരിക്കലും നീറ്റിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നീറ്റ് ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. അതായത് പോകുന്നതിന്റെ മുന്നേ നമ്മൾ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. നിങ്ങൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ടാവും, പോയി കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞോ 2 കൊല്ലം കഴിഞ്ഞോ വന്നിട്ട് നീറ്റ് ക്ലിയർ ചെയ്താൽ മതി. അതൊന്നും പറ്റൂല. പോകുന്നതിന്റെ മുന്നേ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇനി നമുക്ക് അബ്രോഡ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് പറ്റിയ ഒരു രാജ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് പോകുന്നതിന്റെ മുന്നേ, ഒരു രാജ്യം നമ്മൾ ചൂസ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റ് ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എന്താ വെച്ചാൽ ഫോറിൻ ഡിഗ്രിയുടെ ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അബ്രോഡ് ശരിക്കും 4 ടയറിലുള്ള ബഡ്ജറ്റുള്ള രാജ്യങ്ങളുണ്ട്. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. അതായത് ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, റഷ്യ പോലുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇവിടെ ഏകദേശം 25 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഈ രാജ്യങ്ങളിലുള്ള ബഡ്ജറ്റ്. സെക്കൻഡ് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ, മോൾഡോവ, ഈജിപ്ത്, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഈ രാജ്യങ്ങളിൽ ഏകദേശം 45 മുതൽ 60 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഉണ്ടാവുക. തേർഡ് ടയർ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ രാജ്യങ്ങളാണ്. അതായത് ബൾഗേരിയ, റൊമാനിയ, പോളണ്ട്, ഹംഗറി ഇതുപോലുള്ള രാജ്യങ്ങൾ. ഇവിടെ പഠിക്കണമെങ്കിൽ ഏകദേശം 70 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ആയിരിക്കും ടോട്ടൽ എക്സ്പെൻസ് ഉണ്ടാവും. ഫോർത്ത് ടയർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള UK, US, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2 കോടി മുതൽ 3 കോടി വരെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് MBBS പഠിച്ചിറങ്ങാനുണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടയറുകൾ വെച്ചിട്ട്, അതായത് ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, ഫോർത്ത് ടയർ വെച്ചിട്ട് നിങ്ങൾ ഏത് ടയർ ആണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളി അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ വന്നതിന് ശേഷം ഒരു വർഷം നിങ്ങൾക്ക് കംഫർട്ടബിളി എത്രയാണ് ട്യൂഷൻ ഫീസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഒരു വർഷം കംഫർട്ടബിളി എത്രയാണ് നിങ്ങൾക്ക് ലിവിംഗ് എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. നിങ്ങൾക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളതാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു AI സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ AI സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. ഈ ഒരു ടൂൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളതിലേക്ക് വരാം. പല കുട്ടികളും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡ് പോകണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വീട്ടിന്റെ ഏറ്റവും അടുത്തുള്ള കൺസൾട്ടൻസി ഏതാണെന്ന് അവിടെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കും, എനിക്ക് അബ്രോഡ് പോകണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഓൾറെഡി ടൈപ്പ് ചെയ്തേക്കുന്ന ഒരു രാജ്യം, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും, അതിനെ കുറിച്ച് പറഞ്ഞു തരും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ യൂണിവേഴ്സിറ്റി അങ്ങ് എടുക്കും, അങ്ങോട്ടേക്ക് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഏതെങ്കിലും, അതായത് നമ്മുടെ നീറ്റ് സെന്ററിലോ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാവും അബ്രോഡ്, അവരോട് ചോദിക്കും നിങ്ങൾ ഏത് കൺസൾട്ടൻസി ത്രൂ ആ പോയത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പോയത് എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവരെന്നെ അഡ്മിഷൻ ചെയ്ത് തരാന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു കൺസൾട്ടൻസിയിൽ കണക്ട് ചെയ്യും, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് ഈ യൂണിവേഴ്സിറ്റി എനിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ എനിക്ക് സ്യൂട്ടാണോ എന്നുള്ള രീതിയിൽ നോക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്നോട് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി ഏതാണ് അല്ലെങ്കിൽ ഒരു കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒറ്റ വാക്കിൽ ഇന്ന രാജ്യം ഇന്ന യൂണിവേഴ്സിറ്റി എനിക്ക് സൂപ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ കുട്ടിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഒരു യൂണിവേഴ്സിറ്റി, ഒരു കൺട്രി എന്നുള്ളത് വളരെ സബ്ജക്റ്റീവാണ്. ഓരോ കുട്ടികൾക്കനുസരിച്ചും ഇൻഡിവിജ്വലി കേസ് ബൈ കേസ് ഇത് മാറും. അതായത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച്, നിങ്ങളുടെ കാര്യങ്ങൾക്കനുസരിച്ച് മാറും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഏത് രാജ്യത്ത് വർക്ക് ചെയ്യാനാണ് ആഗ്രഹം, അതായത് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാണ്. അത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ കൺട്രി NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് UK പോയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, അങ്ങനെയാണെങ്കിൽ ആ കൺട്രി GMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല, നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട് കൺട്രി ചൂസ് ചെയ്യുമ്പോൾ തന്നെ
നമുക്ക് പഠിച്ചു കഴിഞ്ഞ് എവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹം, ഇല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. പിന്നെ രണ്ടാമതായിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളത്. അതായത് ഒരു രാജ്യം എത്രമാത്രം ഡെവലപ്ഡ് ആണ് എന്ന് നോക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ നമ്പർ ആണ് ഈ HDI എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ HDI കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ HDI എന്ന് പറയുന്നത് 0.685 ആണ്. അതേസമയത്ത് കേരളത്തിന്റെ HDI 0.805 ആണ്. അപ്പൊ ഇന്ത്യയിലുള്ള നോർമലി ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അപ്പൊ ഓരോ രാജ്യങ്ങളുടെയും HDI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ കൺട്രി അനലൈസർ എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും HDI കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ മൂന്നാമത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ഏത് ലൈഫ് സ്റ്റൈലിലാണ് വളർന്നു വന്നത് എന്നുള്ളത്. ഇപ്പൊ ജോർജിയ, ബൾഗേറിയ പോലുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ്ലി യൂറോപ്യൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് രാത്രിയൊക്കെ ഫുൾ ആക്റ്റീവ്, 4 മണി 5 മണി വരെയൊക്കെ ഫുൾ ആക്റ്റീവ് ആണ്. ഭൂരിഭാഗം കുട്ടികളും അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള കൾച്ചറാണ്. അതേ സമയത്ത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തുന്ന സമയത്ത് ഭൂരിഭാഗം കുട്ടികളും ഹോസ്റ്റലിലാണ്. ഏകദേശം 8 മണി 9 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ ആ കൺട്രിയിലുള്ള കടകളും കാര്യങ്ങളും എല്ലാം ഏകദേശം 8-9 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുന്ന രീതിയിലുള്ള ഏകദേശം ഒരു ഇന്ത്യയുടെ ഇല്ലെങ്കിൽ കേരളത്തിന്റെ രീതിയിലുള്ള ഒരു കൾച്ചർ. അപ്പൊ നമ്മൾ ഏത് തരം കൾച്ചറിലാണ് വളർന്നു വന്നത് എന്നുള്ളത് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ കംപ്ലീറ്റ്ലി പഠിച്ച് വളർന്ന കുട്ടികൾ പെട്ടെന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള കാര്യങ്ങൾ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. ഇനി നാലാമത്തെ കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ആണ്. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ച് ഏതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ടയർ ഉണ്ടെന്നുള്ളത്. അതിൽ ഏത് ടയർ ആണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ലോണൊന്നും എടുക്കാതെ പേരൻസിന് തന്നെ ഫണ്ട് ചെയ്തിട്ട് ഏത് ബഡ്ജറ്റ് റേഞ്ച് ആണ് നിങ്ങൾക്ക് പറ്റുക അത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അഞ്ചാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നമുക്കുണ്ടോ, അതായത് വല്ലാതെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലാതെ ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം നമുക്ക് ഉണ്ടാവുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ആ രാജ്യത്ത് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇപ്പൊ അബ്രോഡ് പോകുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ നമുക്ക് തെർമൽസ്, ജാക്കറ്റ്, ബൂട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് ഇട്ടിറങ്ങുകയാണെങ്കിൽ നമുക്ക് തണുപ്പിന്റെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അവിടുത്തെ ബസ്സുകളും അപ്പാർട്ട്മെന്റും ക്ലാസ് റൂമും എല്ലാം ഹീറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ ചൂട് കൂടുതലുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രത്യേക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ഇനി ആറാമത്തത് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മളിപ്പോ ഫാമിലി ആയിട്ടൊക്കെ വളരെ കണക്ട് ആയിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഭയങ്കര മാറ്റർ ആണ്. അതായത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ കുട്ടികൾ ഭൂരിഭാഗവും അഡ്മിഷൻ എടുക്കാറുള്ളത് ജോർജിയ, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിലുള്ള പേരൻസിന് വിസ ഓൺ അറൈവൽ ആണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പേരൻസിന് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഈ രാജ്യങ്ങളിലേക്ക് വന്ന് കുട്ടികളെ കണ്ടു പോകാൻ പറ്റാറുണ്ട്. ഏഴാമതൊരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന്റെ സേഫ്റ്റി എന്നുള്ളത്. ഇന്ന് അബ്രോഡ് കുട്ടികൾ പോകുന്ന ഭൂരിഭാഗം രാജ്യങ്ങളും വളരെ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഒരു 2 വർഷം 3 വർഷം മുന്നേ ഒരുപാട് കുട്ടികൾ ഇറാനിലേക്ക് MBBS പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇറാനിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ത്രെട്ട് ഉള്ള രാജ്യമാണ്. ഒരിക്കലും നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞാണ്. എന്നിട്ടും കുറെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം. അതുപോലെ തന്നെ ഉക്രൈൻ, റഷ്യ ബോർഡറിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. റഷ്യ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ്. എന്നാൽ ആ ഉക്രൈൻ ബോർഡറിലുള്ള യൂണിവേഴ്സിറ്റികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. എട്ടാമത്തെ കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ എഡ്യൂക്കേഷൻ സ്റ്റൈൽ എന്താണ്, എക്സാമിനേഷൻ സ്റ്റൈൽ എന്താണ്, ഇയർ ബാക്കിന്റെ സിസ്റ്റം എന്താണ്, എക്സ്പെല്ലിംഗിന്റെ സിസ്റ്റം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ റഷ്യയിലൊക്കെ പല യൂണിവേഴ്സിറ്റികളും ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഒന്നിച്ച് എക്സ്പെൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഒക്കെ എത്തുന്ന സമയത്തേക്ക് നിങ്ങൾ എക്സ്പെൽ ആവുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ അവിടെ സ്റ്റോപ്പ് ആയി പോകും. ഇപ്പൊ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എക്സാമിനേഷൻ പാസ് ആവാൻ വളരെ പ്രയാസമാണ്. ഇയർ ബാക്ക് ആവുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. ഇങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ച് അവരുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ റെഗുലേഷൻസിനനുസരിച്ച് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി 9ാമത്തെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 2021 നവംബർ 18 ഒരു ഗസറ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ ഗസറ്റിൽ കുറെ റെഗുലേഷൻസ്, കുറെ ഗൈഡ് ലൈൻസുകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഗൈഡ് ലൈൻസുകൾ കൃത്യമായി പാലിക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ പോയി പഠിച്ചു കഴിഞ്ഞാലേ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പറയുന്നുണ്ട്. അതിന്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇനി 10ാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പോകുന്ന രാജ്യത്തിന് ലൈസൻസിങ് എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം. അതായത് ഇപ്പൊ റഷ്യ നോക്കുകയാണെങ്കിൽ റഷ്യയിൽ റഷ്യൻ ലാംഗ്വേജിൽ ലൈസൻസിങ് എക്സാം എഴുതിയാലേ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റഷ്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഈജിപ്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലുള്ള ലൈസൻസിങ് എക്സാം ഉണ്ട്. ലൈസൻസിങ് എക്സാം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്.
അപ്പൊ ഇത് നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 10ഓളം പോയിന്റുകൾ പറഞ്ഞു, ഇത് ഓരോ രാജ്യവും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എങ്ങനെ മനസ്സിലാവും? അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഓരോ രാജ്യത്തിനെ എടുത്ത് പറയുന്ന സമയത്ത് അതിൽ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അതല്ല, ഓരോ രാജ്യത്തിനെ കുറിച്ചിട്ടും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ കൗൺസിലേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഈ 10 കാര്യങ്ങൾ നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് NMC ഗൈഡ് ലൈൻസ്, അതായത് ഇന്ത്യയിലേക്ക് നമ്മൾ അബ്രോഡ് പഠിച്ച് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം, അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ FMGL റെഗുലേഷൻ 2021 ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ കോഴ്സ് മിനിമം 54 മാസം ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. അതായത് 4.5 വർഷത്തെ കോഴ്സ് ആയിരിക്കണം നമ്മൾ അബ്രോഡ് പഠിക്കേണ്ടത്. ഇതിന് കാരണം ഇന്ത്യയിൽ 4.5 വർഷമാണല്ലോ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ, അതേ ഡ്യൂറേഷൻ തന്നെ നമ്മൾ അബ്രോഡ് പഠിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ 4.5 വർഷത്ത് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ 12 മാസമാണല്ലോ ഹൗസ് സർജൻസി, അതേപോലെ അബ്രോഡും നമ്മൾ 12 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ എൻറ്റയർ കോഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. അതായത് നമ്മുടെ 4 വർഷത്തെ കോഴ്സ് ആണെങ്കിലും ശരി, 5 വർഷത്തെ കോഴ്സ് ആണെങ്കിലും ശരി, കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, റഷ്യയിലും ചൈനയിലൊക്കെയുള്ള പല യൂണിവേഴ്സിറ്റികൾ ചൈനീസിൽ അല്ലെങ്കിൽ റഷ്യനിലുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഒരു രാജ്യത്ത് പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ നമുക്ക് കിട്ടണം. അതായത് ഒരു രാജ്യത്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ അബ്രോഡ് പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ FMG എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഏത് എക്സാം ആണോ ഉള്ളത് ആ എക്സാം നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആറാമത്തെ കാര്യം, ആ എക്സാം കഴിഞ്ഞതിന് ശേഷം 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ ഇന്ത്യയിലും ചെയ്യണം. അതായത് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഹൗസ് സർജൻസി ഇല്ലേ, അത് നമ്മൾ അബ്രോഡ് പഠിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളും ചെയ്യണം. ഏഴാമത്തെ കാര്യം, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതായത് wdoms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. എട്ടാമത്തെ കാര്യം, നമ്മൾ നീറ്റ് കമ്പൽസറി ക്വാളിഫൈ ആയിരിക്കണം. അതായത് നീറ്റ് ക്വാളിഫൈ ആയിട്ട് നമ്മുടെ മിനിമം നീറ്റിന്റെ മാർക്ക് കിട്ടിയിട്ട് മാത്രമേ അബ്രോഡ് നമ്മൾ MBBS എടുക്കാൻ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒമ്പതാമത്തെ കാര്യം, നമ്മുടെ എൻറ്റയർ കോഴ്സും നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ചിരിക്കണം. അതായത് ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച് സെക്കൻഡ് ഇയർ ട്രാൻസ്ഫർ എടുത്ത് അടുത്ത യൂണിവേഴ്സിറ്റി പോകാനോ അല്ലെങ്കിൽ തേർഡ് ഇയർ ട്രാൻസ്ഫർ എടുത്ത് അടുത്ത യൂണിവേഴ്സിറ്റി പോകാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കോഴ്സും അവിടെ തന്നെ പഠിച്ചിരിക്കണം. ഇത് വളരെ ക്രിട്ടിക്കൽ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. പത്താമത്തെ കാര്യം, നമ്മുടെ ജോയിനിങ് ഡേറ്റ് മുതൽ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ എൻറ്റയർ കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എൻറ്റയർ മെഡിസിൻ കോഴ്സും നമ്മൾ 10 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 വർഷത്തിനുള്ളിൽ NMCയുടെ ഒരു എക്സാം ഉണ്ടല്ലോ, FMGL എക്സാം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം ഉണ്ടാവുമല്ലോ, ഈ എക്സാമും കൂടെ ക്വാളിഫൈ ആവണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ഇതുവരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടില്ല. എങ്കിലും ആ ഒരു NMC ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് 10 വർഷത്തിനുള്ളിൽ എൻറ്റയർ കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞേക്കുന്ന 10 ഗൈഡ് ലൈൻസും നിങ്ങൾ പോവാൻ ഉദ്ദേശിച്ച കൺട്രി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടറായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 10ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെ വെരിഫൈ ചെയ്യും? കാരണം പല യൂണിവേഴ്സിറ്റികൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിനാണ് ശരിക്കും നമുക്ക് ഇന്ത്യൻ എംബസി ഉള്ളത്. അതായത് നമ്മൾ ഏത് രാജ്യത്താണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ അവർ അതിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് മെയിൽ അയച്ചു നോക്കിയാൽ മതി. അതായത് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ എംബസി ഓഫ് താഷ്കന്ത്, അതല്ല നിങ്ങൾ കസാഖിസ്ഥാനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എംബസി ഓഫ് ആസ്ഥാന, അതല്ലെങ്കിൽ നിങ്ങൾ ഈജിപ്തിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇന്ത്യൻ എംബസി ഓഫ് കൈറോ. ഇങ്ങനെ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ കാര്യങ്ങളുണ്ടാവും. അബ്രോഡ് MBBS കുട്ടികൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭൂരിഭാഗം രാജ്യങ്ങളിലെയും NMC ഗൈഡ് ലൈൻസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എംബസി ക്ലിയർ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ഏതൊക്കെ എംബസികളാണ് NMC ഗൈഡ് ലൈൻസ് അതായത് രാജ്യം ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ കൺട്രി അനലൈസർ പേജിലേക്ക് പോകാം.
അവിടെ പോയിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് NMC ഗൈഡ് ലൈൻസിന് എംബസി എന്തെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടോ എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനും പറ്റും. ഈ എംബസികളുടെ റിപ്ലൈ നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പോകുന്നതിന്റെ മുന്നേ വായിക്കൽ നിർബന്ധമാണ്. കാരണം പല രാജ്യങ്ങളുടെയും എംബസികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ FMGL റെഗുലേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന രാജ്യത്തും യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതുപോലെ നിങ്ങൾ US പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ECFMGയുടെ സ്പോൺസർ നോട്ട് ഉണ്ടായിരിക്കണം. അതായത് ECFMGയുടെ സ്പോൺസർ നോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രി ചൂസ് ചെയ്ത് അതിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ സ്പോൺസർ നോട്ട് എന്ന് കാണാൻ പറ്റും. ഈ സ്പോൺസർ നോട്ടിൽ ECFMG ഉണ്ടോ എന്നുള്ളത് നോക്കുക. ECFMG ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ US പോയിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ US പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇത് കൂടെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ US പോകുന്ന കുട്ടികൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് WFME അക്രഡിറ്റേഷൻ. അതായത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് WFMEയുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അത് WFMEയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തേക്ക് പോകുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ച രാജ്യം ആ രാജ്യത്തിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള 1 by 1 ആയിട്ട് നോക്കാം. അപ്പൊ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പോകാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി NMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ www.doms.org ECFMG സ്പോൺസർ നോട്ട് ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ GMC പോലുള്ള ഗൈഡ് ലൈൻസുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NMCയുടെ ഗൈഡ് ലൈൻസിന് മാത്രമല്ല, ഇപ്പൊ റഷ്യയിലും ചൈനയിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ആദ്യം കുട്ടികൾ പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. പിന്നീട് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എത്തുമ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്യുന്നത് ഇത് ചൈനീസിൽ അല്ലെങ്കിൽ റഷ്യനിൽ മാത്രമാണ് ഇവിടെ തേർഡ് ഇയർ മുതൽ എടുക്കുന്നത് എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാറാനോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആ ഒരു കാരണം കൊണ്ട് തിരിച്ചു വരാനോ ഒന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കരിയർ സ്റ്റെക്കായി പോകുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് പോകുന്നതിന്റെ മുന്നേ നിങ്ങളെ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് അവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ ഏത് രാജ്യം ചൂസ് ചെയ്താലും അവിടെ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താലും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റും. അവരോട് ഒരു ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. മൂന്നാമതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചിങ് മെത്തഡോളജി എങ്ങനെയാണെന്നുള്ളത്. ചില യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകൾ ചിലത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവും. TSMU എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയറിലെ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഏകദേശം 60 to 70% കുട്ടികൾ ഫെയിൽ ആവാറുണ്ട്. അതായത് ആ ഒരു സബ്ജക്ട് പാസ്സാവുന്ന അവിടെ വളരെ പ്രയാസമാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വളരെ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ മെത്തഡോളജി അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടോന്ന യൂണിവേഴ്സിറ്റിയാണ്. നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നു വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലാണ്ട് അവിടുന്ന് പാസ്സാവാൻ പ്രയാസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളും അപ്പോൾ നിങ്ങളുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് നല്ല പ്രഷറിലാണെങ്കിലും അത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോർജിയയിൽ ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് വളരെ ടഫ് ആയിട്ടുണ്ടോന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഇവിടെ 3 ടോപ്പിക്കുകൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് അത് മെഡിസിൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെയാണ്, നാട്ടിലൊരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ വല്ലാതെ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം 6 വർഷം പഠിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാവുന്നുള്ള കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി വേണം ചൂസ് ചെയ്യാൻ. ജോർജിയയിൽ ഇല്ലിയ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇപ്പൊ SU നോക്കുകയാണെങ്കിൽ SU വളരെ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ SU പോയാൽ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ യൂണിവേഴ്സിറ്റികളുടെ ടീച്ചിങ് മെത്തഡോളജി ശരിക്കും നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ്ലി നോക്കേണ്ട കാര്യമാണ്. അതായത് നമുക്ക് പറ്റിയ ഒരു ടീച്ചിങ് മെത്തഡോളജി ആണോ ആ യൂണിവേഴ്സിറ്റി ഉള്ളത് എന്നുള്ളത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇയർ ബേ ക്രൈറ്റീരിയയും ഫിൽട്രേഷൻ എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ തേർഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും. ഈ ഫിൽട്രേഷൻ എക്സാം നമ്മൾ പാസ്സായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഫോർത്ത് ഇയറിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാകുന്ന സമയത്ത് വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അവിടുന്ന് ഫോർത്ത് ഇയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊക്കെ തേർഡ് ഇയറിൽ ഫെയിൽ ആയിരിക്കും. അപ്പൊ അവരൊക്കെ ട്രാൻസ്ഫർ എടുക്കുന്ന ഒരു രീതി ഞാൻ പൊതുവെ കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു സബ്ജക്ട് ഫെയിൽ ആയാൽ പോലും എൻഡർ സെമസ്റ്റർ നമ്മൾ ബാക്ക് ആവും. ഇപ്പോൾ ജോർജിയയിലെ TSMU ഒരു സബ്ജക്ട് നമ്മൾ ഫെയിൽ ആയാലും എൻഡർ സെമസ്റ്റർ
സെമസ്റ്റർ നമ്മൾ ബാക്ക് ആവും. അപ്പൊ ഈ സാധനം നമ്മൾ പോകുന്നതിന്റെ മുന്നേ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യമാണ് എക്സ്പെല്ലിംഗ്. അതായത് റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ 200 കുട്ടികളെയാണ് അവർക്ക് ഗവൺമെന്റിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതെങ്കിൽ അവർ 500 കുട്ടികളെ അഡ്മിഷൻ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളെ മുഴുവൻ അവർ എക്സ്പെൽ ചെയ്ത് ഒഴിവാക്കും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ 2 കൊല്ലം പഠിച്ചിട്ട് 3ാമത്തെ കൊല്ലമായിരിക്കും എക്സ്പെൽ ആകുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കരിയർ ഇൻ ബിറ്റ്വീൻ സ്റ്റെക്കായി പോകുന്ന ഒരു പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ എക്സ്പെല്ലിംഗിന്റെ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. ആറാമതായിട്ട് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമാണ് ആ യൂണിവേഴ്സിറ്റിയിൽ എത്രമാത്രം ക്ലിനിക്കൽസ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ പഠിക്കുന്ന കുട്ടികളോടും അവിടുന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിനോടും കണക്ട് ചെയ്ത് സംസാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരോട് ചോദിച്ചു നോക്കുക എത്രമാത്രം ക്ലിനിക്കൽസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. നല്ല ക്ലിനിക്കൽസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കരിയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവിടെ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രീന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങി ഡോക്ടറായിട്ട് കറന്റ് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകൾ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ച് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഏഴാമത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ട്യൂഷൻ ഫീസ്. അതായത് നമ്മളിപ്പോ നേരത്തെ ഒരു കംപ്ലീറ്റ് ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ തന്നെയാണോ ഫീസ് വരുന്നത് എന്നുള്ളത് നോക്കണം. കാരണം ഒരു രാജ്യത്ത് തന്നെ നല്ല ഫീസുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാവും, കുറഞ്ഞ ഫീസുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ഫീസിലാണോ ആ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നോക്കണം. ഇപ്പൊ കസാഖിസ്ഥാൻ നോക്കുകയാണ് $3500 യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ $6000 യൂണിവേഴ്സിറ്റി ഉണ്ട്. ജോർജിയ നോക്കുകയാണ് $5500 യൂണിവേഴ്സിറ്റി ഉണ്ട്, $8000 യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും എപ്പോഴും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫീസ് കൃത്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന രീതിയിലാണോ ആ യൂണിവേഴ്സിറ്റി ഉള്ളത് എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എട്ടാമതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ യൂണിവേഴ്സിറ്റിയുടെ FMG പാസ് പെർസെന്റേജ് എത്രയാണെന്നുള്ളത്. FMG പാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികളിൽ എത്ര കുട്ടികൾ FMG എക്സാം എഴുതി അതിൽ എത്ര പേര് പാസ്സായി എന്നുള്ളതിന്റെ റേഷ്യോ ആണ് FMG പാസ് പെർസെന്റേജ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കുട്ടികൾ അപ്പയർ ചെയ്തു, അതിൽ ഒരുപാട് കുട്ടികൾ പാസ്സായി, FMG പാസ് പെർസെന്റേജ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിന്റെ FMG പാസ് പെർസെന്റേജ് ചെക്ക് ചെയ്യാൻ ഫോറിൻ ഡിഗ്രീന്റെ FMG ടൂൾ യൂസ് ചെയ്യാം. അതായത് ഫോറിൻ ഡിഗ്രീന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് FMG പാസ് പെർസെന്റേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തിന്റെ ഇതുവരെയുള്ള എല്ലാ വർഷത്തെയും FMG പാസ് പെർസെന്റേജ് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫിൽറ്ററിനോ എടുക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ FMG പാസ് പെർസെന്റേജ് കൃത്യമായിട്ട് നോക്കാം. അത് വെച്ച് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി നല്ലതാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഒമ്പതാമത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ യൂണിവേഴ്സിറ്റിയിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അതുപോലെ തന്നെ മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം. അപ്പൊ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളി സ്റ്റുഡൻസ് കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു സ്റ്റുഡന്റ് ലൈഫ് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഒരു സ്റ്റേറ്റിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും, പിന്നെ അടുത്ത സ്റ്റേറ്റിലാണ് അടുത്ത യൂണിവേഴ്സിറ്റി ഉണ്ടാവുക. ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ താഷ്കന്തിൽ ഒരു യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത യൂണിവേഴ്സിറ്റിയുള്ള സമർഖന്ദിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് കുറച്ച് കൂടുതൽ മലയാളി സ്റ്റുഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ, നല്ല രീതിയിലുള്ള ലൈഫ് ഉണ്ടാവും. ഇപ്പൊ ജോർജിയയിൽ നോക്കുകയാണെങ്കിൽ ജോർജിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ടിബിലിസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോർജിയയുള്ള സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് ലൈഫാണ്. അതായത് കുട്ടികൾ വളരെ ചില്ലായിട്ടാണ് ജോർജിയയിലുള്ളത്. ആ ചില്ലിന്റെ കൂടെ പഠിപ്പ് കൂടെ നമ്മൾ അതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെ കരിയറും അതുപോലെ തന്നെ ലൈഫും അടിപൊളിയായിരിക്കും. ഞാനിത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെർബിയ, ബോസ്നിയ പോലുള്ള രാജ്യങ്ങളിലുള്ള വളരെ ഒറ്റപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികൾ പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികൾ ആരും ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ട ഫീല്, ഒരു ലോൺലിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കണം എന്നുള്ളത് പറഞ്ഞത്. ഇനി 10ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിംഗ് എക്സ്പെൻസ് ആണ്. എങ്ങനെയാണ് ഈ ലിവിംഗ് എക്സ്പെൻസ് യൂണിവേഴ്സിറ്റി തമ്മിൽ കണക്ട് ആവുന്നത്? അതായത് നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ ഓരോ സ്റ്റേറ്റുകളിൽ ചിലപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളാണ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലെ ലിവിംഗ് എക്സ്പെൻസും അടുത്ത സ്റ്റേറ്റിലെ ലിവിംഗ് എക്സ്പെൻസും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒന്നിച്ച കൺട്രിയുടേതായിരിക്കും നോക്കിയിട്ടുണ്ടാവും. ചിലപ്പം ആ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലത്ത് എക്സ്പെൻസ് കൂടുതലോ കുറവോ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൾഗേറിയയിൽ പ്ലവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ ഏകദേശം 30,000 രൂപയുടെ താഴെ മാത്രമാണ് നമുക്ക് ലിവിംഗ് എക്സ്പെൻസ് വരുള്ളൂ. അതേ സമയത്ത് നമ്മൾ പ്ലോഡിവിലോ വെർണയിലേക്ക് എത്തുന്ന സമയത്ത് 45,000 മുതൽ 50,000 വരെ കൂടാനുള്ള സാധ്യത. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ലൊക്കേഷനനുസരിച്ച് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിവിംഗ് എക്സ്പെൻസ് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. പൊതുവെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സമയത്ത് എക്സ്പെൻസ് കൂടുതലും ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എക്സ്പെൻസ് കുറവാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികൾക്കും ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എക്സ്പെൻസ് കുറയാറുണ്ട്. എന്നാൽ ജോർജിയയിൽ ഭൂരിഭാഗം കുട്ടികളും അപ്പാർട്ട്മെന്റിലാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ലിവിംഗ് എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. ഏകദേശം 25,000 രൂപയുടെ അടുത്ത് ലിവിംഗ് എക്സ്പെൻസ് ജോർജിയയിൽ ഏറ്റവും കുറഞ്ഞത് വരും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ ലൊക്കാലിറ്റിയിലുള്ള ലിവിംഗ് എക്സ്പെൻസ്
കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഓരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും അവിടുത്തെ എഡ്യൂക്കേഷൻ മുതൽ സ്റ്റുഡന്റ് ലൈഫ് മുതൽ എല്ലാ കാര്യങ്ങളും A to Z ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് കാണാൻ പറ്റും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ കേസുകൾക്കനുസരിച്ചും ഓരോ കുട്ടിക്കനുസരിച്ചും മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു AI വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലെത്തിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നമ്മുടെ AI സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അബ്രോഡ് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏജൻസികളെ ചൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം അബ്രോഡുള്ള പല യൂണിവേഴ്സിറ്റികളും ഏജൻസി ത്രൂ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഏജൻസി, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഏജൻസി ത്രൂ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആ ഏജൻസികളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവർ കൃത്യമായിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി എടുക്കാൻ വേണ്ടി കൗൺസിൽ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂരിഭാഗ സമയത്തും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കേണ്ട കുട്ടികൾ എന്തെന്ന് വെച്ചാൽ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻസിനെ കോൺടാക്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവിൽ നിന്നൊക്കെ പോയേക്കണ ആരെങ്കിലും അബ്രോഡ് പോയിട്ടുണ്ടാവും. അപ്പൊ അവർ പോയേക്കണ ഏജൻസിയോ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരോടോ ചോദിക്കും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസികൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഏജൻസികളാണെങ്കിൽ അവർ ഓൾറെഡി ടൈപ്പ് ചെയ്തേക്കുന്ന കുറച്ച് രാജ്യങ്ങളും കുറച്ച് യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർ അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. എനിക്ക് ഇത് യൂണിവേഴ്സിറ്റി നല്ലതാണ്, ഇത് എടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് തരും ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഏജൻസിക്ക് നിങ്ങളെ റിക്വയർമെന്റ്, നിങ്ങളെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. പല രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്നുണ്ട്. അതിനുള്ള നോളജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളെ കുറിച്ചിട്ടും എല്ലാ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഇതാണ് നിങ്ങൾ ഒരു ഏജൻസി യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറുള്ളത് നമ്മുടെ വീടിന്റെ അടുത്ത് ഓഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ് ആണോ, അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച ഫ്രണ്ട് പറഞ്ഞതാണോ എന്നുള്ളതൊക്കെയാണ്. ഇതിൽ നിന്ന് മറിച്ചിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഏത് രാജ്യത്താണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് കുട്ടികൾ അവിടെ എത്തുന്ന സമയത്ത് അവർ എയർപോർട്ട് പിക്കപ്പ് ചെയ്യണം. അതേപോലെ തന്നെ അവർ വരുന്ന സമയത്തുള്ള ഫുഡ് അറേഞ്ച് ചെയ്യണം. അവിടെയുള്ള ഹോസ്റ്റലോ അപ്പാർട്ട്മെന്റോ അറേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ അവിടെയുള്ള മെസ്സ് അറേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ കുട്ടികൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ പിന്നീട് വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു ടീം അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീം ഉണ്ടോ എന്നുള്ള വെരിഫൈയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് പേപ്പർ വർക്ക്, അഡ്മിഷൻ വർക്ക്, ഡോക്യുമെന്റ് ട്രാൻസ്ലേഷനും ലീഗലൈസേഷനും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യസമയത്ത് ഒരു ഏജൻസിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് സമയത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ടീം ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് കൃത്യമായിട്ട് ഒരു ലോക്കൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ആ രാജ്യത്തേക്ക് പോയേക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ചോദിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. മൂന്നാമത്തെ ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ കരിയർ സപ്പോർട്ട് എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നോളജുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ US പോകണം, അല്ലെങ്കിൽ UK പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പൈപ്പ് ലൈൻ എങ്ങനെയാണ്, ആ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ബെനിഫിറ്റ് ഉണ്ടോ, ഇങ്ങനെ നിങ്ങളെ കരിയർ കൗൺസിൽ ചെയ്ത് തരാൻ പറ്റുന്ന ആളുകളാണോ അവർ, അതിനുള്ള നോളജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. കാരണം ഇപ്പൊ നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കോലത്തിലുള്ള അറിവുള്ള ആൾക്കാരാണോ എന്നുള്ളത്. അപ്പൊ അതുകൂടെ നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് വെരിഫൈ ചെയ്യണം. ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏജൻസിയുടെ ട്രാൻസ്പെറൻസിയാണ്. അതായത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഫീസ് സ്ട്രക്ചർ ഏജൻസി അയച്ചു തരുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് എല്ലാ ഫീസുകളും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പല സമയത്തും ഞാൻ കാണാറുള്ളത് പല ഏജൻസികളും പകുതി കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ, പകുതി ഹൈഡ് ചെയ്ത് വെക്കും. അതായത് പല സാധനങ്ങളും അതിൽ ഉണ്ടാവില്ല. അതായത് ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് 20 ലക്ഷം രൂപക്ക് 25 ലക്ഷം രൂപക്ക് ജോർജിയയിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രോമിസുകളും കൊടുക്കണം.
കൊടുക്കുന്നത്. അപ്പൊ 25 ലക്ഷം രൂപയ്ക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ജോർജിയയിൽ പഠിക്കുക? ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റില്ല. ജോർജിയയിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് $4500 അത് തന്നെ 6 വർഷത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസയായി? അത് തന്നെ 25 ലക്ഷത്തിന്റെ അടുത്തായി. പിന്നെ എങ്ങനെയാണ് നമുക്ക് 20 ലക്ഷത്തിന് ജോർജിയയിൽ പഠിച്ചിറങ്ങാൻ പറ്റുക? അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറിൽ കാണിക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ട്രാൻസ്പെറൻസി നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിന്റെ മറ്റൊരു ഭാഗമാണ് നാളെ ഫീസ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ജോർജിയയിലൊക്കെ ഞാൻ പൊതുവെ കേട്ടൊരു കാര്യമാണ് ഫീസ് ഏജൻസിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കാതിരിക്കുന്നു എന്നുള്ളത്. ആ പൈസയും കൊണ്ട് അവർ മുങ്ങുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തെ ഫീസും കൊണ്ട് അവർ മുങ്ങും. അതുകൊണ്ട് തന്നെ ജോർജിയയിലൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ ഡയറക്റ്റ് അക്കൗണ്ടിൽ തന്നെയാണോ ഫീസ് അവർ വാങ്ങണത് എന്നുള്ളത്. അപ്പൊ ഈ ട്രാൻസ്പെറൻസിയൊക്കെ നിങ്ങൾ പോകുന്നതിന്റെ മുന്നേ തന്നെ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിന്റെ അടുത്താണ്, ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടുപോയി ഒരുപാട് കുട്ടികളെ കണ്ടതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത്. 5ാമത്തെ കാര്യമാണ് പ്രോപ്പർ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത്. അതായത് യൂറോപ്പിലേക്കൊക്കെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ്ലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന, പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള നോളജ് ഉള്ള ആളുകളാണ്, മുന്നേ കുട്ടികളെ വിട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ള ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലിയർ ആക്കണം. അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ട് ക്ലിയർ ആക്കണം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഡ്മിഷൻ പ്രോസസ്സിൽ അവർക്ക് നല്ലൊരു ടീം അവിടെ ഉണ്ട്. അതുപോലെ അഡ്മിഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏജൻസി ആണെന്നുള്ളത് നിങ്ങൾ അത് വെരിഫൈ ചെയ്യണം. 6ാമത്തെ കാര്യമാണ് ഫേക്ക് പ്രോമിസസ്. അതായത് പല ഏജൻസികളും ഫേക്ക് ആയിട്ടുള്ള പല പ്രോമിസുകളും കൊടുക്കാറുണ്ട്. അതായത് 100% യൂറോപ്പിലേക്കുള്ള പ്ലേസ്മെന്റ്. എങ്ങനെയാണ് യൂറോപ്പിലേക്ക് 100% പ്ലേസ്മെന്റ് കൊടുക്കുക? ഓരോ രാജ്യത്തിനും ലൈസൻസിങ് എക്സാം ഇല്ലേ? ഈ എക്സാം ക്ലിയർ ചെയ്താൽ നമുക്ക് പോകാൻ പറ്റുമോ? ഓരോ രാജ്യത്തിനും ലാംഗ്വേജ് എക്സാം ഇല്ലേ? ഈ ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്യാതെ പോകാൻ പറ്റുമോ? ഒരിക്കലും 100% പ്ലേസ്മെന്റ് ഒരു ഏജൻസിക്കും ശരിക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല യൂറോപ്പിൽ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫീ മുഴുവൻ റീഫണ്ട് ചെയ്യുന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് MBBSൽ തരാൻ പറ്റുക? ഓരോ രാജ്യത്തിനും ലൈസൻസിങ് എക്സാമും അതുപോലെ തന്നെ അതുപോലുള്ള ക്രൈറ്റീരിയകളും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോമിസുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ ഏജൻസിയിൽ നിന്ന് മാറിക്കോളും. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത്, കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ പത്രത്തിൽ കണ്ട ഒരു ഏജൻസി ഇല്ലേ, അതായത് കുട്ടികളോട് ഫൈനൽ ഇയർ ഫീസ് ഇല്ല, അതേപോലെ തന്നെ ഓരോ വർഷവും ഫീസ് കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിൽ ടോട്ടൽ ബഡ്ജറ്റ് കുറച്ച്, അതായത് 40 ലക്ഷം രൂപ ബഡ്ജറ്റുള്ളവർക്ക് 20 ലക്ഷം ആവുള്ളൂ, ഫൈനൽ ഇയർ ഫീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ നമ്മളെയും കോൺടാക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താണ് ജോർജിയയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലും ഫൈനൽ ഇയർ ഫീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓരോ വർഷവും മാറി ഡിഫറെന്റ് ഫീസൊന്നും നിങ്ങൾക്ക് തരൂല. അങ്ങനെയൊക്കെ തരുന്നുണ്ട്, അത് ഫേക്ക് ആണ് എന്നുള്ളത്. എന്നിട്ടും ഫീസ് കുറച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ ആ ഏജൻസി ത്രൂ പോയി അവസാനം അവിടെ പോയി പെട്ടുപോയി. കാരണം എന്താ വെച്ചാൽ ഫീസ് അങ്ങനെയല്ല. അപ്പൊ ഇതുപോലുള്ള ഫേക്ക് പ്രോമിസസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടുന്ന് മാറിക്കോളുക. കാരണം മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾ ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അവസാനമായിട്ട് ഒരു ഏജൻസി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ക്രെഡിബിലിറ്റിയാണ്. അതായത് ഇതുവരെ അവർ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ? കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടോ? എത്തിയ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അവരുടെ അപ്പാർട്ട്മെന്റ് റെഡി ആയിരുന്നോ? അവരുടെ ഫുഡ് റെഡി ആയിരുന്നോ? അതേപോലെ തന്നെ അവിടെ ലോക്കലി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഏജൻസി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ലോക്കലി ആ രാജ്യത്ത് എത്തുന്ന സമയത്ത് അവിടെ ചെയ്തു കൊടുക്കാനുള്ള ആളുകൾ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും പൊതുവെ നോക്കാറുള്ളത് നാട്ടിൽ ഓഫീസ് ഉണ്ടോ, നമ്മളെ ഫ്രണ്ട് ആണോ എന്നൊക്കെയാണ്. എന്നാൽ ഈ ഫ്രണ്ടിന് ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റി ആയിട്ട്, ആ കൺട്രി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ആ കൺട്രിനെ കുറിച്ച് ഒരു കുന്തും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ മറ്റൊരു രാജ്യത്തേക്കാണ് വിടുന്നത്. അവർക്ക് അവിടുത്തെ ഭാഷയോ അവിടുത്തെ സിസ്റ്റമോ ഒന്നും അറിയാത്ത കുട്ടികളാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടെ അവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഈ ഏജൻസിക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏജൻസികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അതായത് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ തരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തിന് അസിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു റെസ്പോൺസ് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? പല ഏജൻസികളും സംഭവിക്കാറുള്ളത് പോകുന്ന സമയത്ത് പോകുന്നത് വരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും, എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ക്രെഡിബിൾ ആയിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്ന, സെക്കൻഡ് ഇയർ ആണെങ്കിലും തേർഡ് ഇയർ ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ തരുന്ന ഏജൻസി ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പല കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്ത് ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. പൊതുവെ നമ്മൾ ഒരുപാട് ഏജൻസികളിൽ ഈ ഒരു കാര്യം കാണുന്നതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ ഫീസ് സ്ട്രക്ചർ വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നുള്ളതൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് സ്ട്രക്ചർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി വെരിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് തരാം. ഇനി നമുക്ക് ഓരോ രാജ്യങ്ങളും ഇൻഡിവിജ്വലി എടുത്ത് ഈ രാജ്യങ്ങളുടെ മെറിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡീമെറിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് പറയാം. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് മലയാളികൾ MBBS പഠിക്കാൻ പോകുന്ന രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ആ രാജ്യങ്ങളിൽ
തന്നെ പല പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിന്റെ വീഡിയോസ് ഇറക്കുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിന്റെ വീഡിയോസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ മലയാളികൾ പ്രധാനമായിട്ട് അബ്രോഡ് പോകുന്ന രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എടുക്കാം. കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന ലോ കോസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ മലയാളികൾക്കിടയിൽ ഇത്രയും ഫിമിലർ ആയത് എന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളും നമുക്കൊന്ന് നോക്കാം. ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ലോ കോസ്റ്റ് ഫീസുള്ള യൂണിവേഴ്സിറ്റികളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഏകദേശം 3500 USD ആണ് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളുടെ, അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീ. അതായത് ഇത്രയും കുറഞ്ഞ ട്യൂഷൻ ഫീയിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, അവിടെയുള്ള വളരെ ബെറ്റർ ആയിട്ടുള്ള പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഇതേ ഫീസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി ഓഫ് താഷ്കന്ത് കൃത്യമായിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളെല്ലാം NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് കുട്ടികൾക്ക് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികൾ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ കൂടുതലും ഉസ്ബെക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. മൂന്നാമത്തെ കാരണം, ഉസ്ബെക്കിലെ പല യൂണിവേഴ്സിറ്റികളിലും ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ്, എസ്പെഷ്യലി മലയാളി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പോകുന്ന സമയത്ത് അവർക്ക് ഇനീഷ്യലി സാധാരണ അബ്രോഡ് പോകുമ്പോൾ ഒരു സെൽഫ് സ്റ്റഡിയിലേക്കുള്ള സ്വിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം നാട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ടീച്ചേഴ്സ് പഠിപ്പിച്ചെന്ന് മാത്രം നോട്ട് ചെയ്തെടുത്ത് പഠിച്ച് ശീലമുള്ള കുട്ടികൾ അബ്രോഡ് പോകുന്ന സമയത്ത് അവർ കുറച്ച് പഠിപ്പിക്കുകയും ബാക്കി നമ്മൾ സെൽഫ് സ്റ്റഡിയിലേക്ക് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത് ഉസ്ബെക്കിലെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉള്ള സ്ഥലത്ത് കുട്ടികൾക്ക് വരാറില്ല എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഇനി നാലാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളുടെ FMGE പാസ് പെർസെന്റേജ് ആണ്. അതായത് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല FMGE പാസ് പെർസെന്റേജ് ഉണ്ട്. ഈ വർഷത്തെ ഉസ്ബെക്കിസ്ഥാന്റെ FMGE പാസ് പെർസെന്റേജ് നോക്കുന്ന സമയത്ത് 40% ഉണ്ട്. അപ്പൊ ഇതും കുട്ടികളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ്. അഞ്ചാമത്തെ കാര്യമാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അതുപോലെ മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം എന്നുള്ളത്. താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഏകദേശം 2500 മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ സ്റ്റേറ്റിലും ഉസ്ബെക്കിസ്ഥാനിലും ഒരുപാട് മലയാളി സ്റ്റുഡൻസ്, ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റി ഉസ്ബെക്കിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം മലയാളികൾ അവിടെ എത്തുന്ന സമയത്ത് അവർക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒന്നിച്ച് കളിക്കാൻ പോകാനും ഒന്നിച്ച് പുറത്ത് പോകാനും ഔട്ടിങ്ങിന് പോകാനൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ അവിടെ ഉണ്ട് എന്നുള്ളതും സ്റ്റുഡൻസിന് നല്ലൊരു ലൈഫ് ഉണ്ട് എന്നുള്ളതും ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മെറിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഡൽഹിയിൽ നിന്ന് വെറും 3 മണിക്കൂർ ഫ്ലൈറ്റ് കൊണ്ട് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്, തൊട്ടടുത്ത കൺട്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലും കുട്ടികൾ അങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഴാമത്തെ കാര്യം, മറ്റ് അബ്രോഡ് കൺട്രികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉസ്ബെക്കിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ക്ലിനിക്കൽസ് വളരെ ബെറ്റർ ആയിരുന്നു. കാരണം ഓരോ സ്റ്റേറ്റിലും ഓരോ യൂണിവേഴ്സിറ്റി, അതായത് താഷ്കന്ത്, സമർഖന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ബുഹാറയിൽ ബുഹാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ആൻഡിജൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഫർഗാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിലുള്ള ഹോസ്പിറ്റലെല്ലാം ഈ യൂണിവേഴ്സിറ്റികളായിട്ട് അറ്റാച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിനിക്കൽസ് ഉസ്ബെക്കിസ്ഥാനിലെ കുട്ടികൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മെറിറ്റ് ആണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ഇപ്പൊ അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൺ ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെയുള്ള ഗവൺമെന്റ് അണ്ടറുള്ള പല ഹോസ്പിറ്റലുകളിലും ഈ കുട്ടികൾക്ക് ക്ലിനിക്കൽസ് കിട്ടും. ഇപ്പൊ കിംബോ പോലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ ക്ലിനിക്കൽസ് കിട്ടുന്നത്. ഇപ്പൊ 3rd ഇയർ ഓൺവേർഡ്സ് ആണെങ്കിലും താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റലാണോ കിട്ടുന്നത് ആ ഹോസ്പിറ്റലിൽ എല്ലാം കിമ്മിയുള്ള കുട്ടികൾക്കും കിട്ടാറുണ്ട്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എട്ടാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് സ്ഥാൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. എന്നാൽ ആ ഇമേജുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. വളരെ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള, അത്യാവശ്യം നമുക്കൊരു ഫോറിൻ കൺട്രിയിലേക്ക് എത്തിയ ഫീൽ ഉണ്ടാക്കുന്ന ഒരു നല്ല രാജ്യമാണ്. അത് മാത്രമല്ല അവിടെയുള്ള ആളുകൾ വളരെ വെൽക്കമിങ് ആയിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന, ഇന്ത്യൻസിനെ വളരെ ഇഷ്ടപ്പെടുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യമാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉസ്ബെക്കിന് കുറച്ച് ഡീമെറിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ പ്രധാനമായിട്ടും MBBS പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻസും കൊറിയൻസും ആണ്. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ജോർജിയയിൽ അല്ലെങ്കിൽ ബൾഗേറിയയിലൊക്കെ പഠിക്കുന്നത് പോലുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കുട്ടികൾക്ക് പൊതുവെ കുറവാണ്. നമ്മൾ പൊതുവെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ മലയാളികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉസ്ബെക്കിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം എന്നുള്ള പ്രിപ്പറേഷനിൽ നിൽക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ FMGക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ USMLE, പ്ലാബ്, അതേപോലെ AMC പോലുള്ള എക്സാമുകൾ എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉസ്ബെക്കിൽ അതിന്റെ എണ്ണം
എണ്ണം വളരെ കുറവാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നിരുന്നാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ USMLE സ്പെഷ്യൽ കോച്ചിങ്ങുകൾ അവർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ പലരും USMLE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഉസ്ബെക്കിലെ മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിമെറിറ്റ് ആണ് ഉസ്ബെക്കിലെ ഹോസ്റ്റലുകൾ. അതായത് ഇപ്പൊ താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉസ്ബെക്കിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവർക്ക് 2-3 വർഷം കുട്ടികൾക്ക് നിൽക്കാനുള്ള ഗവൺമെന്റ് ഹോസ്റ്റൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ അപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് ലിവിംഗ് എക്സ്പെൻസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സമർഗന്ദിലേക്ക് നോക്കുകയാണെങ്കിൽ സമർഗന്ദിൽ ഈ വർഷം തുടക്കത്തിലേക്ക് ഹോസ്റ്റൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക്. അങ്ങനെ അവർ സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് വേണ്ട ഹോസ്റ്റലുകൾ ഉണ്ടാക്കി. എന്നാലും അവിടെ സെൽഫ് കുക്കിംഗ് ഇല്ല, മെസ്സ് മാത്രമേ ഉള്ളൂ. ഈ മെസ്സ് എന്ന് പറയുന്നത് വളരെ മോശമാണ് സമർഗന്ദിൽ. അതായത് എല്ലാ സമയത്തും സമർഗന്ദ് യൂണിവേഴ്സിറ്റിയിലെ മെസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് കംപ്ലൈന്റ് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ മെസ്സ് കമ്പൽസറി ആണ്. സമർഗന്ദിൽ ഇതൊരു പ്രശ്നമാണ്. അതായത് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ ആൻറ്റിജനും ഫർഗാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. അവിടെയൊക്കെ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട്, പോകുന്ന കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ മെസ്സിന്റെ ഏത് സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ബുഹാറയിലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നിൽക്കാനുള്ള ഫെസിലിറ്റീസ് മാത്രമേ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്റ്റലിലുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്റ്റലിലോ അപ്പാർട്ട്മെന്റിലോ കുട്ടികൾ നിൽക്കേണ്ടി വരും. പ്രൈവറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ ഭൂരിഭാഗം ഹോസ്റ്റലിലും മെസ്സ് കമ്പൽസറി ആണ്. മെസ്സിന്റെ അവസ്ഥകൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മറ്റു രാജ്യങ്ങളിലെ പോലെ അത്ര ഇംപ്രൂവ്ഡ് അല്ല. ഇനി സെൻട്രൽ ഏഷ്യയിലെ കുട്ടികൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന അടുത്തൊരു രാജ്യമാണ് കസാഖിസ്ഥാൻ. കസാഖിസ്ഥാൻ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ആയിട്ടുള്ള യൂറോപ്പിനോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. പോയി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാവും കസാഖ് മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എന്നാലും മെഡിക്കൽ എഡ്യൂക്കേഷന് പറ്റിയ സ്ഥലമാണോ? കസാഖിസ്ഥാനിൽ ഒന്നാമത്തെ കാര്യം ഡെവലപ്മെന്റ് വെച്ച് നോക്കുന്ന സമയത്ത് കസാഖിസ്ഥാൻ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം കസാഖിസ്ഥാനിൽ ഒരുപാട് പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി എന്നുള്ള ക്ലാസ്സുകൾ കസാഖിൽ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ കാര്യം കസാഖിലെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നോക്കുന്ന സമയത്ത് വളരെ വലുതാണ്. ഉസ്ബെക്കിസ്ഥാനൊക്കെ പോലെയാണ്. അതായത് ഇപ്പോൾ അൽഫറാബി യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഓട്ടോ എടുത്ത് പോകണം. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികൾ മെഡിസിന് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റു പല കോഴ്സുകളുണ്ട്. മെഡിസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ചെറിയ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. നാലാമത്തെ കസാഖിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കസാഖിൽ $3500 മുതൽ $7000 വരെ ഫീസുള്ള ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതായത് ലോ കോസ്റ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഹൈ കോസ്റ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ ഇത് കസാഖിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അഞ്ചാമത്തെ കാര്യം കസാഖിൽ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ ആണ്. അതായത് ഇന്ത്യക്കാർക്ക് നമുക്ക് പ്രത്യേകിച്ച് വിസ ഒന്നും വേണ്ട. നമ്മൾ ഇവിടുന്ന് നേപ്പാളിൽ പോകുന്ന പോലെ നമ്മളെ പാസ്പോർട്ടും വെച്ച് 13 ദിവസം നമുക്ക് കസാഖിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിനൊക്കെ ഒരുപാട് ആളുകൾ കസാഖിൽ ടൂർ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കസാഖ് ഇപ്പം മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രാജ്യമാണെന്നുള്ള വലിയ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേരൻസിന് ഇപ്പം മിഡിൽ ഈസ്റ്റിനാണെങ്കിലും കേരളത്തിനാണെങ്കിലും കുട്ടികളെ വന്നു നോക്കണമെങ്കിലൊക്കെ ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോയിട്ട് അവരുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. ആറാമത്തെ കാര്യം കസാഖിസ്ഥാന്റെ ലിവിംഗ് എക്സ്പെൻസ് ആണ്. അതായത് ജോർജിയ ലെവലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും കസാഖിസ്ഥാനിൽ ഉസ്ബെക്കിസ്ഥാന്റെ എക്സ്പെൻസേ ഉള്ളൂ. അതായത് ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ് എന്നുള്ളത്. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ശരി, അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണെങ്കിൽ ശരി, ഏകദേശം ഒരു 20,000 രൂപയുടെ താഴൊക്കെ മാത്രമേ ലിവിംഗ് എക്സ്പെൻസ് കസാഖിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ടോട്ടൽ ബഡ്ജറ്റിൽ സാധാരണ എഫക്ട് ചെയ്യാറുണ്ട്. ഇതും കസാഖിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. കസാഖിൽ പഠിച്ചു കഴിഞ്ഞാൽ കസാഖിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി റിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി കസാഖിന്റെ ഡിമെറിറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ എംബസി ഓഫ് ആസ്ഥാന, അതായത് കസാഖിസ്ഥാനിലെ ഇന്ത്യൻ എംബസി കൃത്യമായിട്ട് NMC ഗൈഡ് ലൈൻസ് കസാഖിസ്ഥാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് കസാഖിലെ ലോക്കൽ സ്റ്റുഡൻസിന് 7 വർഷത്തെ കോഴ്സാണ്. അതേ സമയത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ 6 വർഷത്തെ കോഴ്സാണ്. മുന്നേ കസാഖിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരുന്ന 5 വർഷത്തെ കോഴ്സായിരുന്നു. 2021 NMC പുതിയ സർക്കുലർ കൊണ്ടുവന്നതിന് ശേഷം കസാഖിസ്ഥാൻ ആ 5 വർഷത്തെ കോഴ്സിന്റെ കൂടെ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആഡ് ചെയ്ത് 6 വർഷത്തെ കോഴ്സ് ആക്കിയിട്ട് 2022 ജൂലൈയിൽ അവരുടെ കരിക്കുലം ചേഞ്ച് ചെയ്തു. ഇതിലെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസാഖി സ്റ്റുഡൻസിന് 7 വർഷവും ഇന്ത്യൻ സ്റ്റുഡൻസിന് 6 വർഷവും ആണ് എന്നുള്ളത് മാത്രമല്ല. അതായത് നമ്മൾ ഈ 6 വർഷത്തെ കോഴ്സ് കസാഖിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് UK, US, കാനഡ, ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണലി മെഡിക്കൽ ഡിഗ്രിക്ക് ഇത്ര ക്ലോക്ക് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിരിക്കണം എന്നുണ്ട്. അപ്പൊ ഈ ഡ്യൂറേഷൻ കസാഖിസ്ഥാനിലെ 6 വർഷത്തെ കോഴ്സ് കവർ ചെയ്യുന്നില്ല. 7 വർഷം കസാഖിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഡ്യൂറേഷൻ കവർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നേ കസാഖിസ്ഥാനിൽ 5 വർഷം പഠിച്ച കുട്ടികളെല്ലാം ഇന്ത്യയിൽ നിന്ന് വീണ്ടും കസാഖിസ്ഥാനിലേക്ക് തിരിച്ചുപോയി 2 കൊല്ലം പഠിച്ചിട്ടാണ് പിന്നെ UK പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കസാഖിസ്ഥാനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 6 വർഷത്തെ കോഴ്സ് പഠിച്ചിട്ട് UK പോകാനുള്ള
പ്രയാസം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം, NMC ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു രാജ്യത്ത് പഠിച്ചാൽ ആ രാജ്യത്ത് വർക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചാൽ അവിടെ വർക്ക് ചെയ്യാൻ ലൈസൻസിങ് എക്സാം വേണ്ട എന്നുള്ളത് എംബസി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കസാക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കസാക്കി ലാംഗ്വേജിലോ അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്. അത് എഴുതി ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് കസാക്കിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ലൈസൻസിങ് എക്സാം ഉണ്ട് എന്നുള്ളതും കസാക്കിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. അപ്പൊ കസാക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണെങ്കിൽ കസാക്കിൽ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് ചിലപ്പം ഇഷ്യൂസ് ആയി വരാൻ സാധ്യതയുണ്ട്. കസാക്കിന്റെ നാലാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കസാക്കിൽ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ഞാൻ വിസിറ്റ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കസാക്കിലുള്ള ക്ലിനിക്കൽസ് കുറച്ച് മോശമാണ് എന്നുള്ള രീതിയിലാണ്. ഞാൻ പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളിലല്ല, പക്ഷെ പല യൂണിവേഴ്സിറ്റികളിലും ക്ലിനിക്കൽസിന് അവർ വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. കുട്ടികൾ പൊതുവെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വെറുതെ നിൽക്കുക അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ കിടന്നുറങ്ങുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്ലിനിക്കൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കസാക്കിൽ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, കസാക്കിന്റെ FMG പാസ് പെർസെന്റേജ് നോക്കുന്ന സമയത്തും ഒരു ഹ്യൂജ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എബോവ് എവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് പൊതുവെ കുറവാണ്. ഇനി അടുത്ത സെൻട്രൽ ഏഷ്യയിൽ കുട്ടികൾ പൊതുവെ ചോദിക്കുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ. തജിക്കിസ്ഥാൻ ഈയിടെയായിട്ട് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ മലയാളികൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. തജിക്കിസ്ഥാനിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് അബിസിനിയ തജിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പണ്ട് മുതലേ കുട്ടികൾ തജിക്കിസ്ഥാനിൽ പോയിക്കൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. FMG പാസ് പെർസെന്റേജ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 20% ഒക്കെ ഉള്ളുവെങ്കിലും ഒരുപാട് മുന്നേ കുട്ടികൾ പോയി തുടങ്ങിയ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള ഒരു ബെനിഫിറ്റ് തജിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് അവിടെ ECFMG പോലുള്ള അക്രഡിറ്റേഷൻസ് ഒക്കെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ എംബസി ഓഫ് ദുഷാൻബെ, അതായത് തജിക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസി NMC ഗൈഡ് ലൈൻസ് തജിക്കിസ്ഥാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അതായത് 5 വർഷത്തെ കോഴ്സാണ് തജിക്കിസ്ഥാനിൽ, പ്ലസ് 1 ഇയർ ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി ഓഫ് ദുഷാൻബെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നോക്കുന്ന സമയത്ത് തജിക്കിലെ യൂണിവേഴ്സിറ്റികൾ ഉസ്ബെക്കിലെയും കസാക്കിലെയൊക്കെ പോലെ വളരെ വലുതാണ്. അതായത് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന രീതിയിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണ് തജിക്കിസ്ഥാനിലുള്ളത് എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. നാലാമത്തെ തജിക്കിസ്ഥാന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഡാവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തജിക്കിസ്ഥാനിൽ മെഡിസിൻ അനാട്ടമി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെയാണെങ്കിലും തജിക്കിസ്ഥാനിൽ ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികൾക്കൊന്നും ECFMGയോ WFME പോലുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത്തത്, ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ ഒരു കഴിഞ്ഞ 2 വർഷമോ 3 വർഷമോ ആയിട്ട് മാത്രമാണ് കുട്ടികൾ പോയി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ ലാക്ക് ഈ രാജ്യങ്ങളിലുണ്ട്. അടുത്ത തജിക്കിസ്ഥാന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തജിക്കിസ്ഥാന് നമ്മൾ ഉസ്ബെക്കിസ്ഥാന്റെ മെട്രിക്സുകൾ എല്ലായിടത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനേക്കാളും പല മെട്രിക്സുകളിലും താഴെ നിൽക്കുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ എന്നുള്ളതാണ്. അതുപോലെ തജിക്കിസ്ഥാന്റെ മറ്റൊരു പ്രശ്നമാണ് തജിക്കിസ്ഥാന്റെ FMG പാസ് പെർസെന്റേജ്. അതായത് FMG പാസ് പെർസെന്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് തജിക്കിസ്ഥാൻ അത്രമാത്രം പെർഫോമിംഗ് അല്ല. ഇനി കുട്ടികൾ സെൻട്രൽ ഏഷ്യയിൽ ചോദിക്കുന്ന ഒരു ലോ കോസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് കിർഗിസ്ഥാൻ. കിർഗിസ്ഥാൻ ഇന്ത്യൻസിന്റെ ഇടയിൽ ഫേമസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് അവരുടെ ഫീസാണ്. അതായത് വളരെ കുറഞ്ഞ ഫീസുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കിർഗിസ്ഥാനിലുണ്ട്. അതുപോലെ തന്നെ കിർഗിസ്ഥാനിലെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കിർഗിസ്ഥാനിലെ ടോട്ടൽ ബഡ്ജറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളെ കിർഗിസ്ഥാനിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കിർഗിസ്ഥാനിലെ കുട്ടികൾ പോയി പഠിച്ച് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. അവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത്, മലയാളി സ്റ്റുഡൻസ് വളരെ കുറവാണ് എന്നുള്ള ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാനുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് മുന്നേ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ECFMG പോലുള്ള അക്രഡിറ്റേഷൻസ് പല യൂണിവേഴ്സിറ്റികൾക്കും കിർഗിസ്ഥാനിലുണ്ട്. ഇങ്ങനെയൊക്കെ ഇരുന്നാലും കിർഗിസ്ഥാന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിർഗിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ കിർഗിസ്ഥാനിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ക്ലാരിറ്റി ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ അവിടെയുള്ള ഒഫീഷ്യൽ അതോറിറ്റിയോ ഒന്നും തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ NMC ഗൈഡ് ലൈൻസിൽ ഒരു ക്ലാരിറ്റി കുറവ് കിർഗിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ്. രണ്ടാമത്തെ ഒരു കാര്യം, സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങൾ, അതായത് മലയാളികൾ MBBS പഠിക്കാൻ പോകുന്ന രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ് മലയാളികളുള്ളതും ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. മൂന്നാമത്തെ കാര്യം, കിർഗിസ്ഥാനിലെ ചില ഏരിയകളിൽ കിർഗിസ് ലോക്കൽസും ഇന്ത്യൻസും തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുവെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇതും നമ്മൾ യൂണിവേഴ്സിറ്റി
ചൂസ് ചെയ്യുന്ന സമയത്ത് കിർഗിസ്ഥാനിൽ ശ്രദ്ധിക്കണം. ഇതും കിർഗിസ്ഥാന്റെ ഒരു നെഗറ്റീവാണ്. അടുത്ത കിർഗിസ്ഥാന്റെ ഒരു ഡീമെറിറ്റ് കിർഗിസ്ഥാന്റെ FMG പാസ് പെർസെന്റേജ് ആണ്. പൊതുവെ FMG പാസ് പെർസെന്റേജ് നോക്കുന്ന സമയത്ത് പല യൂണിവേഴ്സിറ്റികളും FMG പാസ് പെർസെന്റേജിൽ കിർഗിസ്ഥാനിൽ കുറവുള്ളത്, അധികം പെർഫോമിംഗ് അല്ലാത്ത യൂണിവേഴ്സിറ്റികൾ വരാറുണ്ട്. ഇനി ഏഷ്യയിൽ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. റഷ്യ നമ്മൾ ഒരുപാട് കാലം മുന്നേ കേട്ടിട്ടുള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് എന്ത് പറയുന്ന സമയത്ത് നമുക്ക് റഷ്യ മുന്നേ നമുക്ക് അറിയുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനൊക്കെ പൊതുവെ നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ടാണ് നമ്മൾ ഫിമിലർ ആയി വന്നത്. എന്നാൽ റഷ്യ എപ്പോൾ മുതലോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ ഫിമിലർ ആയിട്ടുള്ള രാജ്യമാണ്. റഷ്യയുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ വളരെ പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 100-200 കൊല്ലത്തെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, റഷ്യ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം, റഷ്യൻ ലാംഗ്വേജ് ലൈസൻസിങ് എക്സാം എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റഷ്യയിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഫീസും ലിവിങ് എക്സ്പെൻസും വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് 25 ലക്ഷം മുതൽ കംപ്ലീറ്റ് ബഡ്ജറ്റ് വരുന്ന യൂണിവേഴ്സിറ്റികൾ റഷ്യയിലുണ്ട്. അതായത് റഷ്യയിലുള്ള ഫീസും ലിവിങ് എക്സ്പെൻസും കുറവാണ് എന്നുള്ളത് റഷ്യയിലുള്ള വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആറാമത്തെ കാര്യം, റഷ്യയിലുള്ള കൾച്ചറാണ്. അതായത് റഷ്യയിൽ കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് കൾച്ചർ ആയതുകൊണ്ട് തന്നെ പലർക്കും അത് ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റഷ്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് റഷ്യക്കുള്ളത് എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ്. ഇനി റഷ്യയുടെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി ഓഫ് മോസ്കോ, അതായത് റഷ്യയിലുള്ള ഇന്ത്യൻ എംബസി കൃത്യമായിട്ട് റഷ്യയിൽ പഠിച്ച റഷ്യയിൽ വർക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് റഷ്യയിൽ പഠിച്ച് റഷ്യയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ റഷ്യൻ ലാംഗ്വേജിൽ അവരുടെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു സ്പെസിഫിക്കലി ഒരു യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പാർട്ടിനോ വേണ്ടി പറഞ്ഞേക്കണല്ല, റഷ്യക്ക് മുഴുവനായിട്ട് അങ്ങനെയാണ്. റഷ്യയിൽ എവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും റഷ്യയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ റഷ്യൻ ലാംഗ്വേജിലുള്ള ലൈസൻസിങ് എക്സാം എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയിൽ വർക്ക് ചെയ്യുന്നതിന് മാത്രമല്ല ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് NMC ഗൈഡ്ലൈൻസിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് റഷ്യൻ ലാംഗ്വേജിൽ നമ്മൾ ലൈസൻസിങ് എക്സാം എഴുതേണ്ടി വരും എന്നുള്ള വലിയൊരു ഡീമെറിറ്റ് റഷ്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ NMC ഗൈഡ്ലൈൻസിലുള്ള ആ ഒരു ക്ലാരിറ്റിയുടെ കുറവ് റഷ്യയിലുണ്ട്. രണ്ടാമത്തെ കാര്യം, റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളും അതായത് അവർക്കൊരു കോട്ട ഉണ്ടാവും. 200 അഡ്മിഷനാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നതെങ്കിൽ അവർ അവിടുന്ന് 500 അഡ്മിഷൻ എടുക്കും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ ഒന്നിച്ച് എക്സ്പെൽ ചെയ്യും. അതായത് എക്സ്പെൽ ചെയ്യാന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലൊക്കെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇതും റഷ്യൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു ബിഗസ്റ്റ് നെഗറ്റീവാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ റഷ്യൻ ഉക്രൈൻ വാറിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ റഷ്യ ബോർഡറിൽ കിടക്കുന്ന കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇല്ലെങ്കിൽ അവിടത്തേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സെക്യൂരിറ്റി ത്രെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നാലാമത്തെ, റഷ്യയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളും ബൈലിംഗ്വൽ യൂണിവേഴ്സിറ്റികളാണ്. ബൈലിംഗ്വൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ 3 വർഷം ഇംഗ്ലീഷ് ലാംഗ്വേജിലും അടുത്ത 3 വർഷം റഷ്യൻ ലാംഗ്വേജിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ പല കുട്ടികളും അവിടെ അഡ്മിഷൻ എടുത്ത് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ കഴിയുമ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത് തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ മുതൽ ഒരു റഷ്യൻ ലാംഗ്വേജിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്. ആ സമയത്ത് NMC ഗൈഡ്ലൈൻസ് പ്രകാരം ട്രാൻസ്ഫർ എടുക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും കുട്ടികൾക്ക് പറ്റൂല. അത് മാത്രമല്ല NMC ഗൈഡ്ലൈൻസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം നമ്മുടെ എൻ്റയർ കോഴ്സ് എന്നുള്ളത്. ഇതും അവിടെ വയലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ കൃത്യമായിട്ട് ഈ യൂണിവേഴ്സിറ്റികളിൽ ഏത് ഭാഷകളിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഇനി ഏറ്റവും കൂടുതൽ മലയാളികൾ ചോദിക്കുന്ന കൂടുതൽ മലയാളികൾ പോകുന്ന ഒരു രാജ്യമാണ് ജോർജിയ. ജോർജിയയുടെ ഒന്നാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ റീജിയനിലുള്ള രാജ്യമാണ് ജോർജിയ എന്നുള്ളതാണ്. യൂറോപ്യൻ റീജിയൻ എന്ന് പറയുമ്പോൾ ഷെങ്കനോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ ഒന്നും അല്ലട്ടാ, ജസ്റ്റ് യൂറോപ്യൻ റീജിയനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് കൾച്ചറാണ് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, പണ്ട് മുതലേ കുട്ടികൾ MBBS പഠിക്കാൻ പോകുന്ന രാജ്യമാണ് ജോർജിയ. അതായത് 2012 മുതലൊക്കെ പാസ് ഔട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ആ സമയം മുതലുള്ള FMG പാസ് പെർസെൻറ്റേജ് നമുക്ക് നോക്കാറുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് FMG പാസ് പെർസെൻറ്റേജിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർജിയ. മൂന്നാമത്തെ കാര്യം, ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള രാജ്യമാണ് ജോർജിയ എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജോർജിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പഠിച്ചിറങ്ങി നാട്ടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ UK വർക്ക് ചെയ്യുന്നൊക്കെ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എളുപ്പമാണ്. കാരണം അവിടുന്ന് ഒരുപാട് പാസ് ഔട്ട്സ് ഉണ്ട്. നാലാമത്തെ കാര്യം, ജോർജിയയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയാണ്. അതായത് സെൻട്രൽ ഏഷ്യയിലുള്ള രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ജോർജിയ ഒരുപാട് മുന്നിലാണ്. കാരണം അവർ യൂറോപ്യൻ ടൈപ്പ് അതായത് ECTS സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ മെറ്റീരിയൽസ് എല്ലാം USMLE ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ് എന്നുള്ളൊക്കെ ബെനിഫിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ജോർജിയക്ക് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, ഒരുപാട് മലയാളി സ്റ്റുഡൻസും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസും പഠിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. അതായത് രാത്രിയൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉള്ള നല്ല സ്റ്റുഡൻറ് ലൈഫുള്ള ഒരു രാജ്യമാണ് ജോർജിയ എന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ആറാമത്തെ കാര്യം, ഒരുപാട് മലയാളി ഹോട്ടലുകൾ, അതായത്
ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളുള്ള ഒരു സ്ഥലമാണ് ജോർജിയ എന്നുള്ളത്. അതായത് ജോർജിയയിൽ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ ബിരിയാണിയും അതേപോലെ നാട്ടിലെ മന്തിയും നാട്ടിലെ പൊറോട്ടയും ബീഫും എല്ലാം കിട്ടും. ഇത് പറയാൻ കാരണം നമ്മൾ 6 വർഷം മറ്റൊരു രാജ്യത്ത് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഫുഡുകൾ മിസ് ചെയ്യും. വളരെ രീതിയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് കഴിക്കണം നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മുടെ ആ ക്രേവിങ്സ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ജോർജിയയിലുണ്ട് എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ ഈ റെസ്റ്റോറൻറ്റുകൾ മറ്റ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഈ ഫുഡുകൾ കിട്ടാനുണ്ട് എന്നുള്ളതും ജോർജിയയുടെ ഒരു ബെനിഫിറ്റ് ആണ്. ഏഴാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മിഡിൽ ഈസ്റ്റിൽ കണ്ടേക്കുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ജോർജിയയിൽ. അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം, ജോർജിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലെ ടീച്ചേഴ്സും USMLE ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ അവരുടെ റഫറൻസും മെറ്റീരിയൽസും എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവൽ USMLE നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ക്വാളിറ്റി തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജോർജിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളും USMLE ക്വാളിഫൈ ആവുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. 9ാമത്തെ കാര്യം, ജോർജിയയിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് അർമേനിയയിലുള്ള ഇന്ത്യൻ എംബസി ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ജോർജിയയിൽ തന്നെ ഇന്ത്യൻ എംബസി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ജോർജിയയിലുള്ള NMC ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ജോർജിയയുടെ ഒരു ബെനിഫിറ്റ് ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജോർജിയ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ബൾഗേറിയ പോലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കൽസ് ജോർജിയയിൽ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ബൾഗേറിയയിലൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമാണ് യൂണിവേഴ്സിറ്റികൾ എടുക്കാറുള്ളൂ. എന്നാൽ ടിബിലിസിയിൽ തന്നെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലിനിക്കൽസ് പൊതുവെ കുറവുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബൾഗേറിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ സെൻട്രൽ ഏഷ്യയിലുള്ള ഉസ്ബെക്കിലും കസാക്കിലും റഷ്യയിലൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം വളരെ ചെറുതാണ്. അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ അത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ജോർജിയയിൽ ഇല്ല. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം ജോർജിയയുടെ വിസയിൽ നല്ല രീതിയിലുള്ള ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എംബസിയുടെ സൈഡിൽ നിന്ന് വിസ കിട്ടാൻ വേണ്ടിയിട്ട് 3 മാസത്തോളം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത് അവർ അപ്ഡേറ്റ് ചെയ്ത് 10 ദിവസത്തിലും 20 ദിവസത്തിലും 30 ദിവസത്തിലും വിസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ആ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജോർജിയയുടെ ഒരു നെഗറ്റീവ് സൈഡാണ്. നാലാമത്തെ ജോർജിയന്റെ ഒരു ഡീമെറിറ്റ് ആണ് ജോർജിയയിലെ ലിവിംഗ് എക്സ്പെൻസ്. അതായത് ജോർജിയയിൽ ഏകദേശം നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് മാത്രം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ഏകദേശം 25,000 രൂപയുടെ ഉള്ളിൽ ലിവിംഗ് എക്സ്പെൻസ് വരും. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള രാജ്യമാണ് ജോർജിയ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ പോയി വളരെ എൻജോയ് ചെയ്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ ഇതിലും കൂടുതൽ ലിവിംഗ് എക്സ്പെൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ലിവിംഗ് എക്സ്പെൻസ് കൂടുതലാണ് എന്നുള്ളതും ജോർജിയയുടെ ഒരു ഡീമെറിറ്റ് ആണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇനി അടുത്തൊരു രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാന്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് കുട്ടികൾ എല്ലാവരും പഠിക്കുന്നത്. അവിടെ ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് അവിടെയുള്ള ഹോസ്പിറ്റൽസ് എല്ലാം. രണ്ടാമത്തെ കാര്യം, അസർബൈജാനിലേക്ക് മിഡിൽ ഈസ്റ്റ് റെസിഡൻസിന് വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഒരുപാട് മലയാളികൾ അസർബൈജാനിൽ ടൂറിന് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അസർബൈജാൻ എന്ന് പറയുന്ന കൺട്രി, ബാക്കു എന്ന് പറയുന്ന സിറ്റി മലയാളികൾക്ക് പൊതുവെ ഫിമിലർ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ടൂറിന് പോയി ഈ രാജ്യങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ള പരിചയം മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിസ ഓൺ അറൈവൽ ആയതുകൊണ്ടും വിസ എയർ പോലുള്ള ഫ്ലൈറ്റുകളിൽ വളരെ കുറഞ്ഞ എക്സ്പെൻസിന് ഫ്ലൈറ്റ് കിട്ടുന്നതുകൊണ്ടും ഒരുപാട് പേരൻസ് കുട്ടികളെ വന്ന് കണ്ടുപോകാറുണ്ട് അസർബൈജാനിൽ. മൂന്നാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അസർബൈജാനിലെ കുട്ടികളോട് സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ 6th ഇയർ പാസ് ഔട്ട് ആയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ 5th ഇയർ 4th ഇയർ 3rd ഇയർ 2nd ഇയർ 1st ഇയർ ഒക്കെ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ യൂണിവേഴ്സിറ്റി അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. 6th ഇയറിൽ പഠിച്ചിറങ്ങിയ കുട്ടികളോട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലിനിക്കൽസ് ഒന്നും വലിയ രീതിയിൽ തീരെ കിട്ടാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ 5th ഇയറിൽ വരുന്ന സമയത്ത് അത് മാറി 1st ഇയറിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ കരിക്കുലവും കാര്യങ്ങളും എല്ലാം അവർ ബെറ്റർ ആക്കി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, അസർബൈജാനിലെ കഡാവർ അവൈലബിൾ ആണെന്നുള്ളതാണ്. കഡാവർ വെച്ചിട്ടാണ് അനാട്ടമി കുട്ടികൾ പഠിക്കുന്നത്. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കുവിലാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കു വളരെ അവൈലബിൾ ആയിട്ടുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളും എന്റർടൈനിങ്ങിന് ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അസർബൈജാനും കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്.
ഉണ്ട്, അത് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ട് അസർബൈജാനിലുള്ള എംബസി, അതായത് ബാക്കുലുള്ള എംബസി കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും അവിടെയുള്ള യൂണിവേഴ്സിറ്റി അതിനുള്ള റിപ്ലൈ തന്നിട്ടുണ്ട്, എംബസിയുടെ സൈഡിലുള്ള ഒരു റിപ്ലൈ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാൽ അസർബൈജാനിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാം ഒന്നുമില്ല. അതായത് നമ്മൾ അസർബൈജാനിൽ പാസ് ഔട്ട് ആവുന്ന ആ ഒരു എക്സാം ആണ് നമ്മുടെ അവിടുത്തെ ലൈസൻസിങ് എക്സാം. പക്ഷേ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിങ് എക്സാം അവിടെ എഴുതണം. അതായത് നമ്മൾ പാസ് ഔട്ട് ആകുന്ന ഇയറിലുള്ള ആ ഒരു എക്സാം ആണ് ശരിക്കും അവിടുത്തെ ലൈസൻസിങ് എക്സാം. അത് 5 വർഷത്തേക്കാണ് വാലിഡ് ആയിട്ടുള്ളത്. ആ 5 വർഷം കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ലൈസൻസിങ് എക്സാം എഴുതണം. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷം കഴിഞ്ഞാൽ പിന്നെയും, അതായത് ഓരോ 5 വർഷത്തിന്റെ ഇടവേളയിൽ നമ്മൾ അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതിയിട്ട് നമ്മളെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിട്ടിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, അസർബൈജാനിൽ ഒരു യൂണിവേഴ്സിറ്റികളിലും എല്ലാ ഹോസ്പിറ്റലും ഈ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ഒരുപാട് വലിയ ക്ലിനിക്കൽസിലുള്ള ചേഞ്ച് ഇല്ലെങ്കിൽ അത്രമാത്രം ക്ലിനിക്കൽസ് ഒന്നും അസർബൈജാനിൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ബെറ്റർ. അസർബൈജാന്റെ മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാനിലെ ഫീസാണ്. $7,750 ഈ വർഷത്തെ ഫീസ്. കഴിഞ്ഞ വർഷം അത് $8,750 ആയിരുന്നു. പക്ഷേ ഈ ഒരു ഫീസ് കൊടുത്ത് അസർബൈജാനിൽ പഠിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അസർബൈജാനിലെ മറ്റൊരു ഡിമെറിറ്റാണ്, അസർബൈജാനിലെ ഫസ്റ്റ് ഇയർ കുട്ടികൾ പോകുന്ന സമയത്ത് ഭൂരിഭാഗം കുട്ടികളും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലാണ് നിൽക്കാറുള്ളത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ ഗവൺമെന്റ് ഹോസ്റ്റൽ അവിടെ ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ അസർബൈജാന്റെ FMG പാസ് പെർസെന്റേജും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിന്റെ മെറിറ്റുകളിൽ ഒന്നാമത്തേത്, ഈജിപ്തിൽ വളരെ പഴക്കം ചെന്ന നല്ല വേൾഡ് റാങ്കുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ കൈറോ, അലക്സാണ്ട്രിയ, മൻസൂറ, അസ്യൂത്ത്. അപ്പോൾ വേൾഡ് റാങ്കിങ്ങിൽ വളരെ മുന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഈജിപ്തിൽ ഉണ്ട് എന്നുള്ള പ്രത്യേകത ഈജിപ്തിനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈജിപ്ത് ഒരു അറബിക് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിലേക്ക് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അറബിക്ക് ഫ്ലുവൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിന്റെ കൂടെ അറബിക്ക് അവിടുത്തെ നേറ്റീവ്സുമായിട്ട് സംസാരിച്ച് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ മിഡിൽ ഈസ്റ്റ് വളർന്ന ആളുകളുണ്ട്, വളർന്ന കുട്ടികളുണ്ട്. പക്ഷെ അതിൽ എത്രമാത്രം പേര് അവിടെ അറബികളോട് സംസാരിച്ച് അറബിക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് ഇതൊരു മെറിറ്റ് ആയിട്ട് തന്നെ കൂട്ടാം. മൂന്നാമത്തെ കാര്യം, ഈജിപ്തിലെ കൈറോ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ MBBS കഴിഞ്ഞ് PGക്ക് വേണ്ടി കുട്ടികൾ പോകുന്ന യൂണിവേഴ്സിറ്റികളാണ്. അതായത് MRCPയുടെ സെന്ററുകൾ പോലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ കൈറോ എന്ന് പറയുന്നത്. അത്രയും വലിയ ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. നാലാമത്തെ കാര്യം, ഈജിപ്തിന്റെ ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് ഈജിപ്തിൽ ഫീസ് കൂടുതലാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് 15,000 രൂപയുടെ താഴെ മാത്രമേ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും വരുന്നുള്ളൂ. ഗവൺമെന്റ് ഹോസ്റ്റലുകൾ പൊതുവെ ഈജിപ്തിൽ ഉണ്ടാവാറില്ല, പ്രൈവറ്റ് ഹോസ്റ്റലുകളാണ്. എന്നാലും ഭൂരിഭാഗം കുട്ടികൾ അപ്പാർട്ട്മെന്റുകളിലാണ് നിൽക്കാറുള്ളത്. അപ്പാർട്ട്മെന്റുകളിൽ ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഈജിപ്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, കടാവർ വെച്ചുകൊണ്ട് നമുക്ക് അനാട്ടമി പഠിക്കാൻ പറ്റും. അതായത് കടാവർ അവൈലബിൾ ആണ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈജിപ്തിന്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എംബസി ഓഫ് കൈറോ, അതായത് ഈജിപ്തിലുള്ള ഇന്ത്യൻ എംബസി ഈജിപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈജിപ്ത് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അവർ പറഞ്ഞേക്കണം എന്താന്ന് വെച്ചാൽ, ഈജിപ്തിൽ 5 വർഷത്തെ കോഴ്സാണ്, പ്ലസ് അത് കഴിഞ്ഞിട്ട് 1 വർഷത്തെ ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് ഗ്രാജുവേറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അതായത് 5+1 ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത് വാലിഡ് ആണ്. എന്നാലും നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ആ രാജ്യത്തുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ കിട്ടണമല്ലോ. അപ്പൊ അങ്ങനെ ഈജിപ്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ +1 ഇയർ കൂടെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് 5 ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലേ നമുക്ക് ഇന്ത്യയിൽ വരാൻ പറ്റുള്ളൂ. അതായത് 7 വർഷത്തെ കോഴ്സാണ് ഈജിപ്തിൽ എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈജിപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിൽ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7 വർഷത്തെ കോഴ്സ്, അതായത് 5 ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞ് 2 വർഷത്തെ ഇന്റേൺഷിപ്പ് മാത്രം കഴിഞ്ഞാൽ പോരാ. അത് കഴിഞ്ഞിട്ട് അറബിക് ലാംഗ്വേജിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ നടക്കുന്ന ലൈസൻസിങ് എക്സാം ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ലൈസൻസിങ് എക്സാം എങ്കിലും നമ്മൾ എഴുതി ക്ലിയർ ചെയ്യണം, എന്നാലേ അവിടുത്തെ ലൈസൻസ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഈജിപ്തിലെ വളരെ വലിയൊരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈറോ, ഏൻഷാന്ത്, അസ്യൂത്ത്, മൻസൂറ, അലക്സാണ്ട്രിയ പോലുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഈ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം $8,000 ആണ് അവിടുത്തെ ഫീ. അതായത് $8,000 പഠിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈജിപ്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ തോന്നിയിട്ടില്ല. ഈജിപ്തിലെ നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിൽ സെൽഫ് സ്റ്റഡിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് കൈറോയിലൊന്നും അധികം ക്ലാസ്സുകൾ എടുത്ത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയല്ല, വളരെ സെൽഫ് സ്റ്റഡിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ക്ലാസ് അധികം ഫോക്കസ്ഡ് ആയിട്ട് അവർ എടുക്കൂലെങ്കിലും എക്സാംസ് വളരെ ടഫാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ പല കുട്ടികളും ഫെയിൽ ആവാറുണ്ട്. അതുപോലെ തന്നെ ഫെയിലായ കുട്ടികളെല്ലാം അവിടുന്ന് ഇയർ ബാക്ക് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇയർ ബാക്ക് ആകുന്ന കുട്ടികളുടെയും നിർത്തിപ്പോരുന്ന കുട്ടികളുടെയും എണ്ണം വളരെ കൂടുതലാണ്. അതും ഈജിപ്തിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അഞ്ചാമത്തെ ഈജിപ്തിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈജിപ്തിലേക്ക് പോകുന്നത് അവർ വിചാരിക്കുന്നത് ഈജിപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ലൈസൻസിങ് എക്സാം ഇല്ലാതെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് വരാമെന്നാണ്. അതേപോലെ തന്നെ
ഈജിപ്തിൽ 2 വർഷത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ, ഈ ഇന്റേൺഷിപ്പ് വെച്ചിട്ട് നമുക്കിപ്പം DHA പോലുള്ള ദുബായിലുള്ള എക്സാമുകൾ അതുപോലെ തന്നെ സൗദിയിലൊക്കെ എക്സാം എഴുതണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് DHA എക്സാം എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ 5 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ആ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആയിട്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതൊരിക്കലും എക്സ്പീരിയൻസ് ആവില്ല. ആ ഒരു ഇന്റേൺഷിപ്പ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും DHA എഴുതാനും പറ്റൂല. അത് കഴിഞ്ഞിട്ട്, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു 1 ഇയറിന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ലൈസൻസ് കിട്ടാൻ, അതും ഇന്റേൺഷിപ്പ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതും എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് പഠിച്ച് ഡയറക്റ്റ് നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റും എന്നാരും വിചാരിക്കരുത്. ലൈസൻസിങ് എക്സാം ഇല്ലാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. ആ കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി മറന്നേക്കുക. അപ്പൊ ഈ കാര്യം കൊണ്ട് ഈജിപ്ത് ചൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർ കൃത്യമായിട്ട് ഈ കാര്യം അറിഞ്ഞിരിക്കണം. അതും ഈജിപ്തിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ഇനി ഈജിപ്തിന്റെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങൾ 6 വർഷത്തെ എഡ്യൂക്കേഷൻ ആകുന്ന സമയത്ത് ഈജിപ്തിൽ 7 വർഷത്തെ എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് ആ എഡ്യൂക്കേഷൻ 1 ഇയർ കൂടുതലാണ് എന്നുള്ള ഒരു നെഗറ്റീവും ഈജിപ്തിന്. ഇനി നമ്മൾ മോൾഡോവയിലേക്ക് വരുന്ന സമയത്ത് മോൾഡോവയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡോവ റൊമാനിയയുടെ തൊട്ട് താഴെ കിടക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ റൊമാനിയൻ ലാംഗ്വേജ് ആണ് മോൾഡോവയിൽ ഭൂരിഭാഗവും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ റൊമാനിയൻ ലാംഗ്വേജ് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആവുകയാണെങ്കിൽ നമുക്ക് PGക്ക് റൊമാനിയയിലേക്ക് പോകാനും അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ റൊമാനിയയിലേക്ക് പോകാനൊക്കെ ഉള്ള ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, മോൾഡോവയിൽ ഒറ്റ യൂണിവേഴ്സിറ്റി ഉള്ളൂ, നിക്കോളെ ടെസ്റ്റിമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി എന്ന് പറഞ്ഞുള്ള ഒറ്റ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം മോൾഡോവയിലെ ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ക്ലിനിക്കൽസ് മോൾഡോവയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മോൾഡോവയിൽ യൂണിവേഴ്സിറ്റിന്റെ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലിവിംഗ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നാലാമത്തെ കാര്യം, ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പണ്ട് മുതലേ പോയി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള രാജ്യമാണ് മോൾഡോവ. അതുകൊണ്ട് ഒരുപാട് മലയാളി പാസ് ഔട്ട്സ് ആയിട്ട് കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് മോൾഡോവയുടെ പ്രത്യേകതയാണ്. മോൾഡോവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡോവയുടെ FMG പാസ് പെർസെൻറ്റേജ് നല്ലതാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോൾഡോവയുടെ ഒരു ഡീമെറിറ്റ്സ് പറയുകയാണെങ്കിൽ NMC ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം മോൾഡോവയിൽ എഡ്യൂക്കേഷൻ 6 ഇയേഴ്സ് നിന്ന് അവർ 7 ഇയേഴ്സിലേക്ക് മാറ്റി. അതായത് 6 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ് മോൾഡോവയിൽ എന്നുള്ള വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, മോൾഡോവ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണോ അല്ലെങ്കിൽ ഷെങ്കൻ രാജ്യമാണെന്ന് വിചാരിച്ച് മോൾഡോവയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. എന്നാലും മോൾഡോവ യൂറോപ്യൻ യൂണിയനോ ഷെങ്കനോ രാജ്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് മെമ്പറാണ്. കാൻഡിഡേറ്റ് മെമ്പർ ആവുന്നതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതും മോൾഡോവയുടെ ഒരു സൈഡാണ്. മൂന്നാമത്തെ മോൾഡോവയുടെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ മോൾഡോവയിലുള്ള എംബസി, അതായത് റൊമാനിയയിലുള്ള എംബസിയാണ് മോൾഡോവയുടെ കാര്യങ്ങളും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ എംബസി മോൾഡോവയിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള റിപ്ലൈ തന്നിട്ടില്ല. പക്ഷെ മോൾഡോവയിലുള്ള യൂണിവേഴ്സിറ്റി അവർ ഒഫീഷ്യലി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 6 വർഷത്തെ കോഴ്സാണ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്. മോൾഡോവയിൽ പഠിച്ചു കഴിഞ്ഞാൽ മോൾഡോവയിൽ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ യൂറോപ്പിലേക്ക്, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് കുട്ടികൾ ചോദിക്കുന്നത് ബൾഗേറിയയാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ തന്നെ കുറഞ്ഞ ഫീസിൽ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് ബൾഗേറിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ബൾഗേറിയ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒരുപാട് മുന്നേ പോകാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബൾഗേറിയന്റെ മെറിറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ബൾഗേറിയ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, അതുപോലെ തന്നെ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 29 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും വിത്തൗട്ട് ലൈസൻസിങ് എക്സാം പോകാൻ പറ്റും എന്നുള്ള ബെനിഫിറ്റ്. രണ്ടാമത്തെ കാര്യം, ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബൾഗേറിയയിൽ ഒരു ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാം ഒന്നുമില്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്ത് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇന്ന് ബൾഗേറിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബൾഗേറിയൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രം മതി. കാരണം അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ബൾഗേറിയൻ ലാംഗ്വേജ് സംസാരിക്കാനും ഹാൻഡിൽ ചെയ്യാനും അറിയാൻ പറ്റുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇന്നത്തെ ഈ സമയത്ത് ബൾഗേറിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ജോലി കിട്ടാനുണ്ട്. നാലാമത്തെ കാര്യം, ബൾഗേറിയയിൽ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും 9 മാസത്തെ ജോബ് സീക്കർ വിസ, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേ ബാക്ക് അവിടെ കിട്ടും എന്നുള്ള മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ള രാജ്യങ്ങൾ കമ്പയർ, ഇപ്പൊ ജോർജിയ പോലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി വളരെ ഹൈ ആണ്. അതായത് ബൾഗേറിയ EU ഡിറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ബൾഗേറിയ വളരെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. ആറാമത്തെ കാര്യം, ബൾഗേറിയയിലുള്ള ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ അവർ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ അത്രമാത്രം സ്റ്റുഡൻസ് മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾ അണ്ടറിലും ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ടും നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് ബൾഗേറിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അവർ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ബൾഗേറിയൻ ലാംഗ്വേജ് പഠിച്ച്
പ്രൊഫസേഴ്സിന് അങ്ങോട്ട് പോയി ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് കിട്ടാനും നല്ലൊരു ഡോക്ടറായിട്ട് മാറാനും പറ്റിയ രാജ്യമാണ് ബൾഗേറിയ. ഏഴാമത്തെ മെറിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ഷെങ്കൻ വിസയാണ്. അതുകൊണ്ട് തന്നെ വെക്കേഷന്റെ 2 മാസത്തെ സമയത്ത് മറ്റുള്ള ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് കുട്ടികൾക്ക് കുറഞ്ഞ എക്സ്പെൻസിൽ ടൂർ പോകാനും ആ രാജ്യങ്ങൾ കണ്ടുവരാനും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ യൂറോപ്പിന്റെ സ്റ്റൈൽ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ച് വരാൻ കുട്ടികൾക്ക് പറ്റാറുണ്ട്. എട്ടാമത്തെ കാര്യം ബൾഗേറിയയിൽ കഡാവർ അവൈലബിൾ ആണ്. കഡാവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അനാട്ടമി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ബൾഗേറിയയിലെ അടുത്തൊരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബൾഗേറിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും 5 years കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ് ആണെന്നുള്ള അവിടുത്തെ പഠിച്ചിറങ്ങിയ കുട്ടികളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെങ്കിൽ പോലും അവിടെയുള്ള ബൾഗേറിയയിലെ എംബസി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള NMC ഗൈഡ്ലൈൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ബൾഗേറിയയുടെ ഡിമെറിറ്റ് നോക്കുന്ന സമയത്ത് ജോർജിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് 9,000 യൂറോ മുതൽ 10,000 യൂറോ വരെ, അതായത് 9 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഫീസ് വരാറുണ്ട്. ജോർജിയയിൽ 5.5 ലക്ഷം രൂപ വരെ ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. എന്നാൽ ജോർജിയയുടെയും ബൾഗേറിയയുടെയും കരിയർ ഓപ്ഷൻസ് വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജോർജിയ ചൂസ് ചെയ്യരുത്, ബൾഗേറിയ മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് കരിയറിൽ അത്രമാത്രം വ്യത്യാസവും അത്രമാത്രം കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ബൾഗേറിയയുടെ രണ്ടാമത്തെ ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് ആണ്. ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അതായത് 30,000 മുതൽ 50,000 രൂപയാണ് ഡിപ്പെൻസ് ഓൺ സിറ്റി ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് വരുന്നത്. മൂന്നാമത്തെ കാര്യം ബൾഗേറിയയിലെ യൂണിവേഴ്സിറ്റികളെല്ലാം വളരെ കുറച്ച് അഡ്മിഷൻസേ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബൾഗേറിയയിലുള്ള മലയാളി സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റി അത്രമാത്രം വലുതല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ പരിപാടികളോ ഒന്നും ബൾഗേറിയ ഇല്ല. അതുകൊണ്ട് സ്റ്റുഡൻറ് ലൈഫ് ജോർജിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയ വളരെ നോർമലാണ്. നാലാമത്തെ കാര്യം മറ്റ് യൂറോപ്യൻ കൺട്രീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഹംഗറി, പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയന്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കുറവാണ്. എന്നാൽ നമ്മളെ രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന ഏഷ്യയിലെ രാജ്യങ്ങളോ ഒന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൾഗേറിയനെ കുറിച്ച് പറയാനുള്ളത്. ഇനി റൊമാനിയയിലേക്ക് വരുന്ന സമയത്ത് റൊമാനിയയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റൊമാനിയയിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ഫീസ് വളരെ കുറവാണ്. അതായത് 6,000 യൂറോ, അതായത് 6 ലക്ഷം രൂപ പെർ ഇയർ ഫീസുള്ള യൂണിവേഴ്സിറ്റികൾ പോലും റൊമാനിയയിലുണ്ട്. അതായത് ജോർജിയയുടെ ഫീസിൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിലെ ഷെങ്കൻ രാജ്യത്ത് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം റൊമാനിയയും ഒരു ഷെങ്കൻ രാജ്യമാണ്, ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് കിട്ടുന്നത് ഷെങ്കൻ വിസയാണ്. അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജുകളും നമുക്കുണ്ട്. അതായത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 29 ഷെങ്കൻ രാജ്യങ്ങളിലേക്കും വിത്തൗട്ട് ലൈസൻസിങ് എക്സാം പോകാൻ പറ്റും. അവിടുത്തെ ലാംഗ്വേജ് എക്സാം മാത്രം ക്ലിയർ ചെയ്താൽ മതി. അതുപോലെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഷെങ്കൻ രാജ്യങ്ങളിലെല്ലാം വെക്കേഷന്റെ സമയത്തൊക്കെ ടൂർ പോകാൻ പറ്റും, ഈ രാജ്യങ്ങൾ കണ്ടുവരാൻ പറ്റും, അവിടുത്തെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലാക്കി വരാൻ പറ്റും എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം റൊമാനിയയിലുള്ള പല സിറ്റികളും ബൾഗേറിയനേക്കാളും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം റൊമാനിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളും നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ക്ലൂജിലുള്ള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ബുക്കറസ്റ്റിലുള്ള തന്നെ കരോൾ ഡെവില യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോൺസ്റ്റാൻസയിലുള്ള ഒബിഡിയസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി റൊമാനിയയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ റൊമാനിയയിലെ യൂണിവേഴ്സിറ്റികളിലെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് കോൺസ്റ്റാൻസയിലുള്ള ഒബിഡിയസിലാകെ 30 സീറ്റേ നോൺ EU സ്റ്റുഡൻസിനുള്ളൂ. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളിലും നോൺ EU സ്റ്റുഡൻസിനുള്ള സീറ്റുകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ള, അതായത് ഇവിടെ എൻട്രൻസ് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസിസിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ +2 ഒരു 95% മുകളിലൊക്കെ മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ റൊമാനിയയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. റൊമാനിയയിലെ രണ്ടാമത്തെ ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാനിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ റൊമാനിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൊമാനിയയിലുള്ള PR വേണം, പെർമനന്റ് റെസിഡൻസ് വേണം. അതായത് നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ വെച്ചാൽ ഒരു 2 വർഷം കൂടെ, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് 6 വർഷമാണല്ലോ കോഴ്സ്, ഈ 6 വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ PR ഇയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അവിടുത്തെ PR കിട്ടുള്ളൂ. ഈ PR കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റൊമാനിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. PRന്റെ മുന്നേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റൊമാനിയനെ കല്യാണം കഴിച്ചിട്ട് PR എടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് റൊമാനിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം റൊമാനിയയിലെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ബുക്കറസ്റ്റ്
ബുഡാപെസ്റ്റിൽ അല്ലെങ്കിൽ ക്ലൂജിലൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ലിവിങ് എക്സ്പെൻസ് ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ കുട്ടികൾ ഭൂരിഭാഗ സമയത്തും അപ്പാർട്ട്മെന്റിലാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 35,000 40,000 അടുത്തൊക്കെ ലിവിങ് എക്സ്പെൻസ് വരാറുണ്ട്. എന്നാൽ കോൺസ്റ്റാൻസയിലും അതുപോലെ തന്നെ ഗലാട്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കാറുണ്ട്. ആ സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ലിവിങ് എക്സ്പെൻസ് വളരെ കുറയും, അതായത് ഒരു 25,000 ഒക്കെ താഴേക്ക് വരും. ഇത്രയും കാര്യങ്ങളാണ് റൊമാനിയനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഹംഗറി നോക്കുന്ന സമയത്ത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഉള്ള രാജ്യമാണ് ഹംഗറി. അപ്പൊ ഹംഗറിനെ കുറിച്ച് പറയുമ്പോൾ ഹംഗറിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ളത് ഈസ്റ്റേൺ യൂറോപ്പിലെ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സെമൽവേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഹംഗറിയിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബുഡാപെസ്റ്റിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹംഗറിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഹംഗറിയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് പ്രത്യേകിച്ച് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഹംഗേറിയൻ ലാംഗ്വേജ് പ്രോപ്പർ ആയിട്ട് അറിയുമെങ്കിൽ ഹംഗറിയുടെ പല ഭാഗങ്ങളിൽ ഇന്ന് നമുക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ നല്ല മാർക്കിൽ പഠിച്ചിറങ്ങാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ഹംഗേറിയൻ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹംഗേറിയുടെ പല ഭാഗങ്ങളിൽ, അതായത് ഞാൻ പറയുന്നത് ബുഡാപെസ്റ്റ് സിറ്റിയിലൊന്നുമല്ല, പക്ഷേ 1.5-2 മണിക്കൂർ പോയാൽ എത്തുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് ജോബ് വേക്കൻസികൾ ഇന്ന് ഹംഗറിയിലുണ്ട്. മൂന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഹംഗറി ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, ഒരു ഷെങ്കൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 29 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ലൈസൻസിങ് എക്സാം ഇല്ലാതെ അവരുടെ ലാംഗ്വേജ് എക്സാം വെച്ച് മാത്രം പോകാൻ പറ്റും. അതുപോലെ തന്നെ പഠിക്കണ സമയത്ത്, വെക്കേഷന്റെ സമയത്ത് മറ്റുള്ള യൂറോപ്യൻ യൂണിയനിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് പറ്റും. നാലാമത്തെ കാര്യം, ഹംഗറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുന്ന സമയത്ത് ബൾഗേറിയ അല്ലെങ്കിൽ റൊമാനിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഹംഗറിയുടെ. എന്നാൽ ഞാനിത് ഫ്രാൻസുമായിട്ടോ സ്വിറ്റ്സർലാൻഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈസ്റ്റേൺ യൂറോപ്പിൽ നോക്കുന്ന സമയത്ത് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഹംഗറി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹംഗറിയുടെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പൊ സെമൽവേസ് നോക്കുകയാണെങ്കിൽ 20,900 യൂറോ ആണ് അവിടുത്തെ ഒരു വർഷത്തെ ഫീസ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഡീമെറിറ്റ്. രണ്ടാമത്തത്, ഹംഗറിയുടെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഹംഗറിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 35,000 രൂപയോളം ലിവിങ് എക്സ്പെൻസ് വരും. മൂന്നാമത്തെ കാര്യം, ഇത്ര ഫീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒന്നും ഹംഗറി ഇല്ല. അതുകൊണ്ട് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അത്ര ഇന്ത്യൻസിന്റെ പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നും ഹംഗറിയിൽ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹംഗറിനെ കുറിച്ച് പറയാനുള്ളത്. ഹംഗറി അല്ലാതെ ഫിലിപ്പൈൻസ്, ചൈന പോലുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ ഫിലിപ്പൈനിലേക്കും ചൈനയിലേക്കൊന്നും ഇന്ന് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നില്ല. കാരണം ചൈനയിൽ ചൈനീസ് ലാംഗ്വേജിൽ ലൈസൻസിങ് എക്സാം എഴുതണം. ചൈനീസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് പഠിച്ച് ലൈസൻസിങ് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് ഇപ്പോൾ കുട്ടികൾ അധികം പോകുന്നില്ല. അതുകൊണ്ടാണ് ചൈനയെ കുറിച്ചൊന്നും ഞാൻ പറയാതിരുന്നത്. ഇനി ഫിലിപ്പൈൻസ് നോക്കുകയാണെങ്കിൽ ഫിലിപ്പൈൻസിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ എംബസി ഓഫ് ഫിലിപ്പൈൻസ്, അതായത് ഇന്ത്യൻ എംബസി ഓഫ് മനില കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പൈൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യാൻ ഇന്ന് പറ്റൂല. അപ്പോൾ ഫിലിപ്പൈൻസിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കോളത്തിലേക്ക് അവരവരുടെ റോളുകളും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സമയം വരെ ഫിലിപ്പൈൻസിൽ പഠിച്ചാൽ ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിലിപ്പൈൻസിലെ ഡ്യൂറേഷനാണ്. അതായത് അവിടെ 2 വർഷത്തെ പ്രീമെഡ് പ്ലസ് 4 വർഷത്തെ മെഡ്, അതായത് US-ന്റെ ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇന്ത്യയിൽ ശരിക്കും വാലിഡ് അല്ല. കാരണം ഇന്ത്യയിൽ 4.5 വർഷത്തെ കോഴ്സ് പ്ലസ് 12 മാസം ഇന്റേൺഷിപ്പ് വേണം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അല്ല കറന്റ് ഫിലിപ്പൈൻസിലുള്ളത്. അപ്പോൾ അതും അവർ മാറ്റിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതും സമയം എടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഇതുവരെ ഇന്നത്തെ ഈ ഒരു സമയം വരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയം വരെ ഫിലിപ്പൈൻസിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് ഫിലിപ്പൈൻസിലേക്കും കുട്ടികൾ പോകുന്നില്ല. ഇനി സെർബിയ, ബോസ്നിയ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ഒരുപാട് രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷെ അവിടത്തേക്കൊന്നും മലയാളികൾ പോകുന്നില്ല. മലയാളികൾ വളരെ കുറവ്, 1-2 കുട്ടികളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ മലയാളി കമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. അപ്പൊ ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയാതെയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പോകുന്ന രാജ്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തു പറഞ്ഞേക്കുന്നത്. ഇതല്ലാത്ത ഇതിൽ പറയാത്ത ഏതെങ്കിലും രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാനും നോക്കാം. അതല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്ന സമയത്ത് മാക്സിമം ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെ ബേസിക് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്കാണ്. അതായത് അബ്രോഡ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചുകളാണ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ അധികം ആരും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ആ ഒരു റിയാലിറ്റികൾ നിങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ
ഈ ഒരു വീഡിയോയിൽ അത് കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, അബ്രോഡ് പോകുന്ന സമയത്ത് പല കുട്ടികളും വിചാരിക്കുന്നത് അബ്രോഡ് ഒരു ഷോർട്ട് കട്ട് ആണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും അബ്രോഡ് MBBS എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് അല്ല. അതായത് അബ്രോഡ് പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആളുകളാണ് നിങ്ങൾ. കാരണം ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് പാസ്സാകുന്നതോടെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഒരു MBBS ഡോക്ടർ ആയിട്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അവർക്ക് PGക്ക് നീറ്റ് കോച്ചിങ്ങിന് പോകണമെങ്കിൽ പോലും 1 വർഷം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ 6 വർഷത്തെ കോഴ്സാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് FMG എന്ന് പറയുന്ന 20% മുതൽ 30% വരെ പാസ് പെർസെൻറ്റേജ് ഉള്ള ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്യാനുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ട് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോക്ടറായിട്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റ് മുഴുവൻ തറോ ആക്കി പഠിക്കേണ്ട ആളുകളാണ്. ഇപ്പം ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലും ജോർജിയയിലൊക്കെ പോകുന്ന കുട്ടികൾ അവിടെയുള്ള എഡ്യൂക്കേഷൻ രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ് അല്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ ഡെയിലി ക്ലാസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത് കുട്ടികൾ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തി സെൽഫ് സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ വളരെ സില്ലി ആയിക്കൊണ്ട് ഈ സമയത്തേക്ക് ആ രാജ്യത്തെയും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൾച്ചറൊക്കെ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ഫൗണ്ടേഷൻസ് മുഴുവൻ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസിങ് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ജോർജിയയിൽ പഠിച്ച് ജോർജിയയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ജോബുകൾ കുറവാണ്. ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്, അവിടെ ജോബുകൾ കുറവാണ്. ഇപ്പോൾ ഈ ബൾഗേറിയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭാഷ അറിയെങ്കിലും നിങ്ങൾക്ക് അവിടെ ജോബുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഫൗണ്ടേഷൻസ് ക്ലിയർ ആക്കാതെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ രാജ്യത്തുള്ള ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ എഫേർട്ട് ഇടാതെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഒരിക്കലും കിട്ടൂല. അത് മാത്രമല്ല, നിങ്ങൾ ഈ മെഡിസിൻ കഴിയുന്നതോടെ നിങ്ങൾ ഒരിക്കലും നേരെ ജോബിനല്ല പോകുന്നത്. നിങ്ങളൊരു ലൈസൻസിങ് എക്സാം നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏത് ലൈസൻസ് ഇപ്പം ദുബായിലേക്ക് പോവുകയാണെങ്കിൽ എംബ്രി എക്സാം നിങ്ങൾ എഴുതണം. ഈ എംബ്രി എക്സാം ടഫസ്റ്റ് എക്സാമാണ്. USMLE എന്ന് പറയുന്നത് പറയാൻ മാത്രമേ USMLE 4 അക്ഷരങ്ങളുള്ളൂ. പക്ഷെ അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള എക്സാമാണ്. പ്ലേബ് എന്ന് പറയുന്ന ടഫായിട്ടുള്ള എക്സാമാണ്. ഇതെല്ലാം പുറമെ FMG എന്ന് പറയുന്ന വളരെ ടഫായിട്ടുള്ള എക്സാമാണ് FMG എക്സാം. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പോകുന്നത് മുതൽ നിങ്ങളുടെ റൂട്ട്, നിങ്ങളുടെ ഫോക്കസ് എല്ലാം കൃത്യമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മെന്റാലിറ്റി ക്ലിയർ ചെയ്തുകൊണ്ട് അബ്രോഡ് ഞാൻ പഠിക്കാൻ പോവാണ് എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങളെ ഡിസ്ട്രാക്ഷൻ വരാത്ത രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ അബ്രോഡേക്ക് പോകാവൂ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ അവിടുന്ന് പാസ്സാവുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. ഇവിടെ FMG എക്സാം എഴുതണം. ഈ FMG എക്സാം ടഫാണ് എന്നുള്ള ബോധ്യം 1ാമത്തെ വർഷം കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ എടുക്കണം. ഇത് നിങ്ങളോട് ആരും അധികം പറഞ്ഞിട്ടില്ലാത്ത ഒരു റിയാലിറ്റി ആയിരിക്കും. നിങ്ങൾ മനസ്സിൽ പോകുന്ന സമയത്ത് ഉറപ്പിക്കേണ്ട ഒരു റിയാലിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികൾ FMGL റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് വളരെ പ്രയാസമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ FMGL റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. മൂന്നാമത്തെ കാര്യം ഡ്യൂറേഷൻ ആണ്. അതായത് അബ്രോഡ് 6 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഈ 6 വർഷത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡയറക്റ്റ് വർക്കിന് കയറുന്നില്ല. ഈ 6 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുത്തെ FMG എക്സാം എഴുതണം. അത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി എന്ന് വിചാരിക്കാം. അങ്ങനെ പാസ്സായാൽ പോലും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പാസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു 3 മാസത്തെ ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ക്രൗളിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിൽ നമ്മളെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസസ്സ്, അതിനും ഒരു 3 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഹൗസ് സർജൻസിനുള്ള ഓപ്ഷൻ കിട്ടണം. അതായത് ഹൗസ് സർജൻസിനുള്ള അപ്പോയിൻമെന്റ് കിട്ടണം. അതിനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാം കൂടെ ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ സമയം MBBS കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹൗസ് സർജൻസിയിലേക്ക് 1 ഇയർ കയറുന്നത്. അതായത് ഏകദേശം 7-7.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ MBBS കഴിഞ്ഞ് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിലേ നിങ്ങൾ എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ എക്സ്പെക്ട് ചെയ്തിരിക്കണം. ഈ ഒരു സാധനം നിങ്ങൾ ചിലപ്പം ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അതായത് 6 വർഷത്തെ കോഴ്സ് പ്ലസ് നമ്മൾ FMG എക്സാം കഴിഞ്ഞു, അതിനുശേഷം ഒരു 6 മാസത്തെ ഈ ക്രൗളിങ്ങിൻ്റെയും അതുപോലെ തന്നെ FMG പാസ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതും അതുപോലെ തന്നെ ഹൗസ് സർജൻസി കിട്ടാനുള്ളതൊക്കെ ഒരു ഡിലേ, അതിനുശേഷം 1 ഇയർ ഹൗസ് സർജൻസി. അപ്പോൾ ഈ ഒരു ടൈം, ഒരു 7 വർഷത്തെ ഡിലേ നിങ്ങൾ എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ എക്സ്പെക്ട് ചെയ്തിരിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയിലല്ല അബ്രോഡാണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ അത്രയും
അത്രയും പോപ്പുലേഷനുള്ള രാജ്യങ്ങളല്ലേ. ഇന്ത്യയുടെ അത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെ പോപ്പുലേഷൻ കുറവാണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ക്ലിനിക്കൽസ് ഇന്ത്യയുടെ അത്രയും കിട്ടൂല. എന്നാൽ നിങ്ങൾ ആ രാജ്യങ്ങളിലെ ലോക്കൽ ലാംഗ്വേജ്, അതായത് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് പഠിച്ച് ആ സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ നിങ്ങൾ MBBSനോട് നല്ല ഇൻട്രസ്റ്റ് കാണിച്ച് ക്ലാസ്സിലൊക്കെ നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ട് നിന്നുകൊണ്ട് പ്രൊഫസേഴ്സിനോട് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിനിക്കൽസ് വേണം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് അബ്രോഡ് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു രാജ്യങ്ങൾ ഒരു പ്രൊഫസേഴ്സും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യില്ല. അവർ നിങ്ങളെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇവിടുന്ന് പോകുന്നത് മുതൽ നിങ്ങൾ ഇടണം. അതുപോലെ തന്നെ നിങ്ങളൊരു പാഷൻ ആ സബ്ജക്റ്റിലും അതുപോലെ തന്നെ ആ ഓരോ ഫീൽഡിലും കാണിക്കണം. അത് പ്രൊഫസേഴ്സിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്രയും മാക്സിമം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ്, നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ ഈ രാജ്യങ്ങളിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഭാഷ പഠിച്ചുകൊണ്ട് ഇതിനുള്ള എഫേർട്ട് ഇടാൻ നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ തയ്യാറായിരിക്കണം. അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ പഠിച്ചതുപോലെ സ്പൂൺ ഫീഡിങ് മെത്തേഡ് അല്ല ഈ രാജ്യങ്ങളിലൊന്നും. ഇന്ത്യയിൽ പോലും കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്പൂൺ ഫീഡിങ് മെത്തേഡ് അല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ലെക്ചേഴ്സിലും സെമിനാർസിലും പറഞ്ഞു തരുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തി സെൽഫ് സ്റ്റഡി ചെയ്യണം. സെൽഫ് സ്റ്റഡി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. നിങ്ങൾ MBBS പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങൾ, അതായത് USMLEയുടെ ബൈബിൾ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ കെപ്ലാന്റെ ബുക്കുകളുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ആണെങ്കിൽ BD ചൗരസിയുടെ ബുക്കുകളുണ്ട്. ഇതുപോലുള്ള ബുക്കുകളെല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ ഓരോന്നിനും സെൽഫ് സ്റ്റഡി ചെയ്ത് കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം പോകാൻ. ആറാമത്തെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് 6 വർഷം പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ബേക്കപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരു വർഷത്തെ കണ്ടെത്തിയിട്ട് പിന്നെ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബേക്കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പകുതിയിൽ വെച്ച് നിങ്ങൾ പഠിപ്പ് നിർത്തി വരേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ബേക്കപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ അബ്രോഡ് പോയി പഠിക്കാൻ. ഏഴാമത്തെ കാര്യം, നിങ്ങൾ ആദ്യമേ പ്രിപ്പയർ ആയിരിക്കണം. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്, മറ്റൊരു കൾച്ചറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള സ്വഭാവം അവിടെ കാണിക്കാൻ നിൽക്കരുത്. മലയാളികൾ നമ്മൾ പൊതുവേ ബസ്സുകളിലൊക്കെ വളരെ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള കറി മസാലകൾ തിന്ന ആൾക്കാരാണ്. അബ്രോഡ് പോകുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും പരിചയമില്ലാത്തതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും, അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ വീട്ടിലുള്ള പോലുള്ള ഫുഡുകളോ അല്ലെങ്കിൽ കംഫേർട്ടോ അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പല കുട്ടികളും കാണാറുണ്ട്, എനിക്ക് വീട്ടിലുള്ള പോലെ ആവുന്നില്ല, വീട്ടിലുള്ള പോലത്തെ ഫുഡ് കിട്ടുന്നില്ല, വീട്ടിലുള്ള പോലത്തെ റൂം കിട്ടുന്നില്ല, ഇതൊന്നും അവിടെ കിട്ടൂല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞാൻ MBBS പഠിക്കും എന്നുള്ള തീരുമാനത്തിൽ വേണം പോകാൻ. അതായത് ചിലപ്പോൾ ഫുഡ് മോശമായിരിക്കും, ചിലപ്പോൾ ഹോസ്റ്റലിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ വീട്ടുകാരെ കാണാൻ തരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ സഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡ്രീം പെർസീവ് ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടെ വേണം നിങ്ങൾ അബ്രോഡിലേക്ക് പോകാൻ. അപ്പൊ ഈ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ, അതായത് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ നിങ്ങൾക്ക് അബ്രോഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഡെഡിക്കേഷനും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു എഫേർട്ട് നിങ്ങൾ ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു കരിയർ അബ്രോഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അബ്രോഡ് പഠിച്ചിട്ട് അബ്രോഡ് നല്ല കരിയർ ഉണ്ടാക്കിയിട്ടുള്ള MBBSൽ ഒരുപാട് ഡൊണേഷൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സ് പല രാജ്യങ്ങളുണ്ട്. ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ഇന്ത്യയിൽ പഠിച്ചിട്ടല്ല അബ്രോഡ് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ അബ്രോഡ് പഠിച്ചിട്ട് അബ്രോഡ് നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ശ്രേണിയിലേക്ക്, ആ ഒരു സീരീസിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾ റിസർച്ചിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം, അതേപോലെ തന്നെ വളണ്ടിയറിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം, അതേപോലെ തന്നെ കോമ്പറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം. ഇതിനൊക്കെയുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും സമയം ഇല്ലാണ്ടല്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം അത്രയും ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടും. ആ ഫ്രീ ടൈം കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അബ്രോഡ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ട് മാറാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് അവസരങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം. ജോർജിയയിൽ പഠിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടറായിട്ട് US വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ ആ ശ്രേണിയിലേക്ക്, അതുപോലെ തന്നെ ഉസ്ബെക്കിൽ പഠിച്ച ആളുകളുണ്ട്.
അതേപോലെ തന്നെ ബൾഗേറിയയിൽ പഠിച്ച് UK-യിലും ജർമ്മനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന 0.1%ലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ലൈഫ് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു കൺട്രി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യമാണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതല്ല, ഒരു രാജ്യത്തെ നിങ്ങൾക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോളും ചെയ്യാൻ പറ്റും, വാട്സപ്പും ചെയ്യാൻ പറ്റും. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. ഇനി അതല്ല, എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് നേരിട്ട് സംസാരിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പറിന് ഏജൻസി ഉള്ളതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഏജൻസി പറയുന്നത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമന്റിനായിട്ടും റിപ്ലൈ തരാം. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക. നിങ്ങളെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക.